അതൊക്കെയാണ് തലക്കെട്ടുകളായി ഇടം പിടിക്കുന്നത്. ഇനി വളരെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ കുറിക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ. വിപിൻ ബെന്നി, ധന്യ വി ആർ, സുലൈമാൻ അബ്ദുൽ ഖാദർ, മുഹമ്മദ് അനുവിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ കർഷക സമരവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വളരെ വിശദമായി നൽകണം എന്നാവശ്യപ്പെടുന്ന ആളുകളുണ്ട്. ഉറപ്പായും അത് നമ്മൾ നൽകും. 1.5 മണിക്കൂറുള്ള വാർത്തായാത്രയാണ്. ഇന്ന് ഇതുവരെ പുറത്തു വന്ന എല്ലാ വാർത്തകളിലൂടെയും സമഗ്രമായി കടന്നു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. 3ാം സീറ്റിൽ ഉറച്ച് മുസ്ലിം ലീഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച് മുസ്ലിം ലീഗ്. വയനാട് സീറ്റ് വേണം എന്നാണ് ആവശ്യം. വയനാട് ലഭിച്ചില്ല എങ്കിൽ കണ്ണൂരോ വടകരയോ ആവശ്യപ്പെടാനും ലീഗ് നേതൃയോഗത്തിൽ തീരുമാനമായി. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, മുമ്പ് ആവശ്യപ്പെട്ടതുപോലെയല്ല, ഇത്തവണ വേണം എന്നുള്ള ആവശ്യം കടുപ്പിക്കുന്നുണ്ട് മുസ്ലിം ലീഗ്. നേരത്തെ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വം നടത്തിയ ഇടപെടൽ അതൊന്നും ഫലം കാണുന്നില്ല. സീറ്റ് വേണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ലീഗ് ഉറച്ചു നിൽക്കുന്നു. നേതാക്കൾ വ്യക്തമാക്കുന്നത് എന്താണ്? ഒപ്പം തന്നെ UDF-ലെ സീറ്റ് വിഭജന ചർച്ച ഈ ലീഗിന്റെ നിലപാടോടുകൂടി വഴിമുട്ടുന്ന സാഹചര്യമുണ്ടോ സലീം? റിജിത്ത്, UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി അത് മുസ്ലിം ലീഗിന്റെ ഈ നിലപാടോടുകൂടി ഉറപ്പായും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്ന് വൈകുന്നേരം UDF ഏകോപന സമിതി ചേരുകയാണ്. ഈ ഏകോപന സമിതിക്ക് ശേഷം സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുക, വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളതായിരുന്നു UDF ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 3ാം സീറ്റ് എന്നൊരു ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നൊരു ലീഗ് നിലപാട് ഉറപ്പായും UDF-നെ പ്രതിരോധത്തിലാക്കും. കാരണം നേരത്തെ തന്നെ പരമാവധി കോൺഗ്രസ് എംപിമാരെ വിജയിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ കോൺഗ്രസ് എംപിമാർ പരമാവധി ലഭിക്കുന്നത് കേരളത്തിൽ നിന്നാകും എന്നൊരു നിലപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ ലീഗിന് മുൻപിൽ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകണം എന്നൊരു അഭ്യർത്ഥനയായിരുന്നു നടത്തിയിരുന്നത്. ആ അഭ്യർത്ഥന ലീഗ് നേതാക്കൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ലീഗ് നേതൃയോഗത്തിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിവരം. ഉറപ്പായും വയനാട് സീറ്റ് വേണം. വയനാട് സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം, അവിടേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കണ്ണൂർ സീറ്റ് നൽകണം എന്നുള്ളതാണ് ലീഗിന്റെ ഇപ്പോഴത്തെ ഡിമാൻഡ്. കണ്ണൂരും ലഭിച്ചില്ലെങ്കിൽ വടകര സീറ്റ് നൽകണം എന്നുള്ളൊരു ഡിമാൻഡിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം പോകുന്നു എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ ഇന്നുകൊണ്ട് തന്നെ ഈ സീറ്റ് നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ആശങ്കയുണ്ട്. നേരത്തെ ഈ 14 UDF ഏകോപന സമിതി ചേരുന്നതിന് മുൻപ് തന്നെ ഒരിക്കൽ കൂടി ഒരു ഉഭയകക്ഷി ചർച്ച വേണം എന്ന് കോൺഗ്രസ് നേതാക്കളോട് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അതിന് തയ്യാറായിരുന്നില്ല. പകരം അനൌദ്യോഗികമായി നേതാക്കളുമായി ചർച്ച നടത്തുകയും ആശയവിനിമയം നടത്തുകയുമായിരുന്നു ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനുനയത്തിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ വരെയും ലീഗ് ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇനി ലീഗിനെ ഏത് നിലയിൽ അനുരഞ്ജനത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ആദ്യം മുതൽ തന്നെ ഈ രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ ലീഗ് വഴങ്ങുമോ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ രാജ്യസഭാ സീറ്റും വിട്ടു നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ലീഗ് ആ രാജ്യസഭാ സീറ്റിനായുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണോ ഇത് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യം എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ നേതൃയോഗത്തിന് ശേഷമാകും വ്യക്തമാവുക. പക്ഷേ RSPയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗവും ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള സാഹചര്യവും മുന്നിൽ നിൽക്കുന്നുണ്ട്. റിജിത്ത്, ശരി. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 3ാം സീറ്റ് എന്നുള്ള ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ലീഗ് നേതൃത്വം. വയനാട് സീറ്റ് വേണം, അല്ലെങ്കിൽ കണ്ണൂരോ വടകരയോ വേണം എന്നുള്ളതാണ് അവരുടെ തീരുമാനം. കർഷകരുടെ കരുത്ത്. ഡൽഹി വളയാൻ കർഷകർ മുന്നോട്ട്. ഇന്നലെ രാത്രി സംസ്ഥാന അതിർത്തിയിൽ തങ്ങിയ കർഷകർ രാവിലെ ഡൽഹി ചലോ മാർച്ച് പുനരാരംഭിച്ചു. ശംഭു അതിർത്തിയിൽ പോലീസ് വീണ്ടും കണ്ണീർവാതകം പ്രയോഗിച്ചു. താങ്ങുവില നിയമം ഉടൻ സാധ്യമല്ലെന്ന് ആവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. കർഷകർക്ക് പിന്തുണയുമായി കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കും. പോലീസിന്റെ നിയന്ത്രണവും കണ്ണീർവാതകവും വകവയ്ക്കാതെ ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ടു പോവുകയാണ്. ട്രാക്ടറുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി കൂടുതൽ കർഷകർ അതിർത്തിയിലേക്കെത്തി. ശംഭു അതിർത്തിയിൽ നിന്ന് യാത്ര ആരംഭിച്ചതിന് പിന്നാലെ പോലീസ് കർഷകർക്ക് നേരെ ഇന്നും കണ്ണീർവാതകം പ്രയോഗിച്ചു. പുലർച്ചെയും ഇന്നലെ അർദ്ധരാത്രിയും പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചെന്ന് കർഷകർ പറഞ്ഞു. കാലാവധി കഴിഞ്ഞ കണ്ണീർവാതക ഷെല്ലുകളാണ് പോലീസ് പ്രയോഗിക്കുന്നത് എന്നാണ് കർഷകരുടെ ആരോപണം. കർഷക സമരത്തിന് നേതൃത്വം നൽകിയ സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗം നേതാവ് അക്ഷയ് നർവാളിനെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ കർഷകർക്കെതിരായ നടപടി തുടരുമ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്
കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ ആവർത്തിച്ചു. കർഷകർക്ക് പിന്തുണ നൽകിയ കോൺഗ്രസ് മറ്റന്നാൾ PCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തും. കർഷകർക്ക് പിന്തുണയുമായി BSP രംഗത്തെത്തി. ഗതാഗത നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി വിമാനത്താവളത്തിലേക്ക് പോകുന്നവർ നേരത്തെ ഇറങ്ങണമെന്ന് ഇൻഡിഗോ മാർഗനിർദ്ദേശം പുറത്തിറക്കി. P2C. കർഷക മാർച്ചിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി സിംഗു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ അംബുജൻ, ഇന്നത്തെ മാർച്ച്, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഏത് തരത്തിലാണ്? സംഘർഷം രൂപപ്പെടാനുണ്ടായ സാഹചര്യം എന്താണ്? ഏറ്റവും പ്രധാനം, കേന്ദ്ര സർക്കാർ കർഷകരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോഴും ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പടക്കം പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് നേരത്തെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനോട് കർഷക സംഘടനകൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? റിജിത്ത്, കർഷക സംഘടനകളുടെ പ്രതികരണം എന്തായാലും ഈ മണിക്കൂറുകളിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ സ്വാഗതം ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകുമെന്ന്. പക്ഷേ അതിനുശേഷമാണ് ഇന്നലെ ഡൽഹി ചലോ മാർച്ച് ആരംഭിക്കുകയും മാത്രമല്ല ഡൽഹി അതിർത്തികളിൽ പഞ്ചാബ് അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാവുകയും ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് കർഷക സംഘടനകൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശംഭു അതിർത്തിയിൽ നിന്ന് ഇന്ന് കർഷകരുടെ സമരം ഇന്ന് ആരംഭിച്ചു. അതിനുശേഷം മാർച്ച് ആരംഭിച്ച ഉടൻ തന്നെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയായിരുന്നു. ഇപ്പോഴും ശംഭുവിൽ തന്നെയാണ് കർഷകർ ഉള്ളത്. കൂടാതെ ഹരിയാനയിൽ വിവിധയിടങ്ങളിലും കർഷകർ ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു. പഞ്ചാബിൽ കൂടുതൽ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുന്നുണ്ട്. കൂടുതൽ ട്രാക്ടറുകളും ഇപ്പോൾ ഡൽഹിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കർഷക സംഘടനകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാട് തന്നെ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ സിംഗു അതിർത്തിയിൽ ഇത്തരത്തിലാണ് ദേശീയപാതയിൽ എല്ലാം തന്നെ കോൺക്രീറ്റ് ബാരിക്കേഡ് തീർത്തും അതോടൊപ്പം തന്നെ മുള്ളുവേലി സ്ഥാപിച്ചും ഇത്തരത്തിൽ പൂർണ്ണമായും ദേശീയപാത ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഒരു തരത്തിൽ പോലും കർഷകരുടെ ട്രാക്ടറുകൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരു നിയന്ത്രണം ഇവിടെ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നലത്തേക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഡൽഹി പോലീസ് കടന്നിരിക്കുകയാണ്. ശംഭുവിൽ നിന്ന് കർഷകരുടെ മാർച്ച് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഡൽഹിയിൽ കൂടുതൽ സിംഗുവിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. കൂടുതൽ സേനകളെ വിന്യസിച്ചിരുന്നു. ഇത്തരത്തിൽ തന്നെ ഇപ്പോൾ ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയ നടപടി നാളെ വൈകിട്ട് വരെ നീട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ തന്നെ കാണാം, നിരവധി ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് മുള്ളുവേലി സ്ഥാപിച്ചുമാണ് ഈ സമരത്തെ നേരിടാൻ സിംഗുവിൽ ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതേ സാഹചര്യം തന്നെയാണ് ഗാസിപ്പൂരും തിക്രിയിലും ഉള്ളത്. കൂടാതെ ഇനി ശംഭുവിൽ നിന്ന് കർഷകർ മുന്നോട്ടേക്ക് വന്നാൽ പല ഇടങ്ങളിലും പോലീസ് ഇത്തരത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം മറികടന്ന് വേണം കർഷകർക്ക് ഡൽഹിയിലേക്ക് നീങ്ങണമെങ്കിൽ. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ കർഷകരുടെ മാർച്ച് ഒരുപക്ഷെ സിംഗുവിലേക്ക് ഇന്ന് വൈകിട്ട് മാത്രമേ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അതല്ല, കർഷകരെ വീണ്ടും അവിടെ വെച്ച് പോലീസ് തടയുകയാണെങ്കിൽ വീണ്ടും ഒരു സംഘർഷങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ ഇന്ന് പുലർച്ചെയും ഇന്നലെ അർദ്ധരാത്രിയും കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു എന്ന് കർഷക സംഘടനകൾ പറഞ്ഞു. കാലാവധി കഴിഞ്ഞ കണ്ണീർ ഷെല്ലുകളാണ് പ്രയോഗിക്കുന്നത്. അതുവഴി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ അറസ്റ്റ് ചെയ്തും ഈ സമരത്തെ ഇല്ലാതാക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നു. ഇതെല്ലാം തന്നെ മറികടന്ന് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. BSP, ശിരോമണി അകാലിദൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കർഷക സംഘടനകൾക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. മറ്റന്നാൾ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ഒരു പരമാവധി ശ്രമം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കർഷകരെ പിണക്കാതെ ഏത് വിധേനയും സമരത്തെ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള നീക്കം നടന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ചർച്ചയ്ക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും കർഷക സംഘടനയുടെ നിലപാട് വിവരങ്ങൾ നൽകുകയാണ്. ഡൽഹിയിലേക്കുള്ള കർഷകരുടെ വരവ് തടയാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴും പിന്നോട്ടില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കുന്നു. മുള്ളുവേലികൾ സ്ഥാപിക്കുമ്പോഴും ബാരിക്കേഡുകൾ സ്ഥാപിക്കുമ്പോഴും കണ്ണീർ വാതകം പ്രയോഗിക്കുമ്പോഴും എല്ലാം പിന്നോട്ടില്ല എന്ന നിലപാടോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ് കർഷകർ. അതിനിടയിൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് സംഘടനകൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം രൂപപ്പെട്ട സാഹചര്യം, വലിയ രീതിയിലുള്ള കർഷകർക്ക് നേരെ ഉണ്ടായ പോലീസ് നടപടി, അതിനൊക്കെ ശേഷം ആ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനോട് കർഷക സംഘടനകൾ എങ്ങനെ പ്രതികരിക്കുമെന്നതും ശ്രദ്ധേയമാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. കാടിറങ്ങുന്ന ഭീതി. വയനാട് പടമലയിൽ കടുവ ഇറങ്ങിയെന്ന് നാട്ടുകാർ. കടുവയെന്ന് സംശയിക്കുന്ന ജീവി റോഡിന് കുറുകെ പായുന്നതിന്റെ ദൃശ്യങ്ങൾ പടമല പള്ളിയുടെ CCTVയിൽ നിന്ന് കിട്ടി. കാൽപ്പാട് കടുവയുടേതാണോ എന്ന് വ്യക്തമല്ലെന്നും കൂടുതൽ പരിശോധന നടത്തുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. വയനാട് പടമലയിൽ
ബേലൂർ മഗ്നെ എന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിനടുത്താണ് കടുവയെ കണ്ടത്. രാവിലെ 6:30 പടമല പള്ളിയിലേക്ക് പോകുന്നതിനിടെ പ്രദേശവാസിയായ വെണ്ണമറ്റത്തിൽ ലിസി കടുവയെ കണ്ട് ഭയന്നോടി. ആനയാന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിച്ച് ഒരു കരച്ചിൽ കേട്ട് കഴിയുമ്പോൾ ഞാൻ ചുറ്റുകൂടെ നോക്കി കഴിഞ്ഞപ്പോൾ താഴെ പറമ്പ് എന്തോ കുലുങ്ങി വരുന്ന പോലെ എനിക്ക് തോന്നിയത്. പിന്നെ വീണ്ടും ഒരു കരച്ചിലോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചു. ചേട്ടാ ആന വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആനയാന്ന് ആദ്യം ഞാൻ വിചാരിച്ചത്. ഓടി വരുമല്ല, എൻ്റെ പുറകെ എത്തി മേലെ കയറാൻ നോക്കുമ്പോൾ ഒരു തിണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാത്ത കാരണം പെട്ടെന്ന് ഞാൻ സൈഡിലോട്ട് മാറി വാടെ എന്നെ തൊട്ട് പോയ പോലെ അങ്ങ് പോയി കടന്നുപോയി. ഞാൻ നേരെ നിന്നെങ്കിൽ എന്നെ അപ്പം പിടിച്ചേനെ. വന്യജീവികളുടെ സാന്നിധ്യം ഭീതി പരത്തുന്നുവെന്ന് പ്രദേശവാസികൾ. ഭയങ്കര അമർന്ന ഒരച്ച കേട്ടത് ഇന്നലെ. അത് ആട്ടിൻകൂട്ടിൽ ഞാൻ നിൽക്കുമ്പോഴാണ് കേട്ടത്. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി വന്ന് നോക്കി, എന്നിട്ടൊന്നും കണ്ടില്ല. കരിയിൽ അനങ്ങുന്ന ഒച്ച കേട്ടിട്ടുണ്ടായി. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. ഭയങ്കര ഭീതി നിറഞ്ഞ ഒരു അനുഭവം. കണ്ടത് കടുവയെ തന്നെയെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ അവർ കണ്ടു എന്ന് പറയുന്നു 3 പേര്. അപ്പോൾ നോക്കാം, ഞങ്ങൾ കൂടി സെർച്ച് ചെയ്യട്ടെ പോയിട്ട്. ഇവിടെ ഈ കാടിനോട് ചേർന്നുള്ള ഭാഗമാണ്. ഇവിടെ കടുവയുടെ ഒരു പ്രസൻസ് 54 ഭാഗത്തുണ്ട്. അതങ്ങനെ പ്രശ്നമുള്ള ഇതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊന്ന് സെർച്ച് ചെയ്യട്ടെ, എന്താണെന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തൃശ്ശിലേരി ഭാഗത്തും പിലാക്കാവ് മണിയൻകുന്ന് ഭാഗങ്ങളിലും കടുവയിറങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. 24 വയനാട്. കണ്ണൂർ കൊട്ടിയൂർ പന്ന്യാമലയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. തൃശൂരിലെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡി ജയപ്രസാദിനോട് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. നാട്ടുകാരുടെ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിന് വഴങ്ങി രാത്രി വൈകിയാണ് കടുവയുമായി കൊട്ടിയൂരിൽ നിന്ന് വനംവകുപ്പ് സംഘം തൃശൂരിലേക്ക് തിരിച്ചത്. കടുവ പൂർണ്ണ ആരോഗ്യവാനല്ലാത്തതിനാൽ കാട്ടിൽ തുറന്നുവിടില്ലെന്ന് വനംവകുപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ കടുവക്ക് ഗുരുതര പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നില്ലെന്ന് കണ്ണൂർ DFO കെ കാർത്തിക് പറഞ്ഞു. ഇത് ടൈഗർ കൊളാപ്സായി നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫോർമാലിറ്റീസ് നോക്കുന്നുണ്ട്. ഡോക്ടർമാർ അസംഷൻസ് പറയുന്നുണ്ട്, കുടുങ്ങിയത് അതൊക്കെ ഉണ്ടായിരിക്കും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലാണ് പറയാൻ പറ്റും. അത് ആസ് പെർ NTCA SOP നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സ് അല്ലാതെ പുറത്തുള്ള ഡോക്ടേഴ്സും പിന്നെ ഇൻഡിപെൻഡന്റ് എക്സ്പേർട്സും നോക്കുന്നതായിരിക്കും. അവർ നോക്കിയിട്ടാണ് പറയും. മയക്കുവെടി വെക്കുന്ന വന്യമൃഗങ്ങൾ ചത്തുപോകുന്നതിൽ അന്വേഷണം വേണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ ആവശ്യപ്പെട്ടു. മൃഗങ്ങളെ പിടിക്കാനല്ല കൊല്ലാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്നും ആരോപണം. കാര്യക്ഷമത കുറവാണ്. അവരതിനെ പിടിക്കാനല്ല ശ്രമിക്കുന്നത്, കൊല്ലാനാണ്. ഇതൊക്കെ കൊന്നാ തീർന്നില്ലേ പണി? ആ പണിയൊക്കെ തീർത്തു, അത്രയേ ഉള്ളൂ. എളുപ്പ വഴി. മയക്ക് വെടിയാണ് വെച്ചതെങ്കിൽ മരിക്കുവോ? അതിനെന്താ മയക്കെന്ന് പറഞ്ഞ പേര്? മയക്കുമരുന്നുള്ള വെടി വലിച്ചാൽ മരിക്കില്ല. അത് അബോധാവസ്ഥയിലേക്കാവുകയെ ചെയ്യുള്ളൂ, മരിക്കില്ല. മരിക്കുന്ന വെടി വേറെയാ. ഇപ്പൊ വെക്കുന്ന വെടി ഏതാണെന്ന് പരിശോധിച്ചാലേ മനസ്സിലാവും. വയനാട് പൂക്കോട് വെറ്റിനറി ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കടുവയുടെ മരണകാരണം വ്യക്തമാകൂ. 24 കണ്ണൂർ. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ആമിന എസിനെ പോലെ, ജിജു ഡാനിയലിനെ പോലെ, മുഹമ്മദ് ഷഫീഖിനെ പോലെ, അഞ്ജനെ പോലുള്ള ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഈ വാർത്താ യാത്രയ്ക്കൊപ്പം പങ്കുചേരുന്നു. ലീഗിന് 3ാം സീറ്റിന് അർഹതയുണ്ട് എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുണ്ട്. അവരുടെ ലീഗിൻ്റെ ആവശ്യം ന്യായമാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുണ്ട്. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, പിന്തുണ പ്രഖ്യാപിക്കുന്ന, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഒരുപാട് കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, ജനങ്ങളുടെ ആശങ്ക മാറ്റണം എന്നുള്ള ആവശ്യം, അതുപോലെ മയക്കുവെടി കൊള്ളുന്ന മൃഗങ്ങൾ ചാവുന്നത് എങ്ങനെ എന്നത് സംബന്ധിച്ച് വിദഗ്ധമായൊരു പഠനം വേണം എന്ന ആവശ്യം ധന്യയെ പോലുള്ള പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ബോക്സിൽ സജീവമായി പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകർ. അത് തുടരുക. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ഉപദ്രവകാരികളായ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുന്നു. പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തണം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, വന്യമൃഗശല്യത്തിൽ പല മേഖലകളും പൊറുതിമുട്ടി നിൽക്കുന്ന സാഹചര്യം. വിഷയം സഭയിലേക്ക് വരുന്നു പ്രമേയമായി. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വേണം എന്നതടക്കം പ്രമേയത്തിന്റെ ഉള്ളടക്കം എങ്ങനെ ഷഫീദ്?
രജിത്ത്, പ്രധാനമായും വയനാട്ടിലടക്കം ഉണ്ടാകുന്ന അതിരൂക്ഷമായിട്ടുള്ള വന്യമൃഗശല്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന നിയമസഭയിൽ ഇങ്ങനെയൊരു പ്രമേയം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിലൊന്ന് അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനൊപ്പം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് നൽകണം. പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തണം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ വന്യജീവികൾ പെറ്റുപെരുകി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുവദിക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ അനുമതി നിഷേധിക്കുന്നുള്ള കുറ്റപ്പെടുത്തലും ഈ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രമേയത്തിൽ ചില ഭേദഗതികൾ അത് പ്രതിപക്ഷം നിർദ്ദേശിക്കുകയും ചെയ്തു. ആ ഭേദഗതിയിൽ പ്രധാനം ഇതൊക്കെയായിരുന്നു. അടിയന്തര തീരുമാനമെടുക്കാനുള്ള അധികാരം അത് DFOമാർക്കായി മാറ്റം വരുത്തണം. വന്യജീവികളുടെ പുനരധിവാസം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ നിയമ ഭേദഗതി വേണം. കൂടാതെ വന്യജീവി ആക്രമണങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക ഉയർത്തണമെന്നും പ്രതിപക്ഷം ഭേദഗതിയായി ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു ഭേദഗതി അനുവദിക്കാനാവില്ല എന്നുള്ളതായിരുന്നു വനമന്ത്രിയുടെ നിലപാട്. അത് ഈ നഷ്ടപരിഹാര തുക ഉയർത്തുന്ന സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിലുള്ള കാര്യമാണ്. അത് പ്രമേയത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് വനമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞു. ഏതായാലും അതിനുശേഷം പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കി. ശരി, ഷഫീദ് റാവുത്തർ നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആലുവ കുട്ടമശ്ശേരിയിൽ 7 വയസ്സുകാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ ഓടിച്ച ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നെടുമ്പാശ്ശേരി സ്വദേശിയായ ഷാനാണ് വാഹനം ഓടിച്ചത്. അപകടമുണ്ടാക്കിയ കാർ ഇന്ന് രാവിലെ ഇടപ്പള്ളിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ശ്വാസകോശത്തിലും കരളിലും തലച്ചോറിലും ഗുരുതരമായ ക്ഷതമേറ്റ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആ സമയത്ത് തന്നെ ഓടിച്ചിരുന്ന ആള് നമ്മളിപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന IO വിശദമായിട്ടുള്ള ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, വണ്ടി ഓടിച്ചിരുന്ന ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും CA കൂടുതലായിട്ട് ചോദിച്ചിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കി നടപടിയിലേക്ക് പോകും. ഷാൻ എന്ന് പറയുന്ന ആളാണ് വാഹനം ഓടിച്ചിരുന്നതായിട്ടാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി കൂടുതലായിട്ടൊന്നുകൂടെ ചോദിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അല്ല, അതിനകത്ത് ഇപ്പോൾ പല റീസണുകൾ പറയുന്നുണ്ട്, അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ചെയ്തെങ്കിലേ ആ റീസണിലേക്ക് വരത്തുള്ളൂ. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇന്നലെ വലിയ നടുക്കത്തോടുകൂടി അസ്വസ്ഥതയോടുകൂടി നമ്മൾ കേട്ട വാർത്തയാണ് ഈ വാർത്ത. അതിലിപ്പോൾ കാർ ഓടിച്ച ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പോലീസ് സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടികൾ എന്താണ്? ഒപ്പം തന്നെ ഈ കുട്ടിയുടെ ആരോഗ്യനില അത് ഗുരുതരമായി തുടരുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ശ്രീകാന്ത്? നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് DYSP ആലുവ DYSP ഓഫീസിന് മുന്നിലാണ്. അല്പസമയം മുമ്പ് DYSP ഇതിന്റെ പ്രതികരണം തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, കസ്റ്റഡിയിലെടുത്ത കാർ തന്നെയാണ് ഇന്നലെ കുട്ടമശ്ശേരിയിൽ വെച്ച് ഈ കുഞ്ഞിനെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞത് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. 2 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു രാവിലെ. ആ കസ്റ്റഡിയിലെടുത്തത് ഉടമയെയും അതോടൊപ്പം ഉടമയ്ക്കൊപ്പം ആ വാഹനം ഓടിച്ചിരുന്നയാളെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. ഈ വാഹനം ഓടിച്ചിരുന്നത് ഷാൻ, 42 വയസ്സുള്ള വ്യക്തിയാണ്, നെടുമ്പാശ്ശേരി സ്വദേശിയാണ്. അയാൾ വാഹനം ഓടിച്ചത് അയാളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഹാർഡ്വെയർ ടെക്നീഷ്യനാണ് ഇയാൾ. ഈ വാഹന ഉടമയുടെ സുഹൃത്താണ് ഇയാൾ എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവർ ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ പോയതിനു ശേഷം തിരികെ വരുമ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. രഞ്ജിനി എന്നാണ് ഈ വാഹന ഉടമയുടെ പേര് എന്നിപ്പോൾ മനസ്സിലാകുന്നു. അത് ഈ നമ്പർ പരിശോധിച്ചപ്പോൾ ആ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ കിട്ടുന്നത്. തൃക്കാക്കരയാണ് ഇവരുടെ സ്ഥലം എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇതിൽ ആദ്യം ഇയാൾ നൽകിയ മൊഴി എന്ന് പറയുന്നത് ഈ വാഹനം കുട്ടിയെ ഇടിച്ച കാര്യം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ അത് പോലീസ് വിശ്വാസത്തിൽ എടുക്കുന്നില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന നടക്കണം, ചോദ്യം ചെയ്യൽ നടക്കണം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഇതിൽ ഒരു വ്യക്തത വരും. ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള കാര്യവും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നു. DYSP A പ്രസാദ്, ആലുവ DYSP വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ആ പ്രതിയെ, വാഹനം ഓടിച്ചയാളെ ഇപ്പോൾ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വാഹന ഉടമയായ രഞ്ജിനി ഇപ്പോഴും DYSP ഓഫീസിൽ തുടരുകയാണ്. അല്പസമയത്തിനകം ഇവരെയും അവിടേക്ക് കൊണ്ടുപോകും. ശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്നാണ് പോലീസ് അറിയിച്ചത്. ഇനി കുട്ടിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കുട്ടിയുടെ അവസ്ഥ ഇപ്പോഴും ക്രിട്ടിക്കൽ കണ്ടീഷൻ തന്നെയാണ്. ഇതുവരെയും ഈ അപകടനില തരണം ചെയ്തിട്ടില്ല, വെന്റിലേറ്ററിൽ തുടരുന്നു. 24 മണിക്കൂർ കഴിയാതെ എന്തെങ്കിലും പറയാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോഴും ഡോക്ടർമാർ അറിയിക്കുന്നത്. മരുന്നുകളോട് കുഞ്ഞ് പ്രതികരിക്കുന്നില്ല. കുഞ്ഞിന്റെ തലച്ചോറ്, ശ്വാസകോശം, ലിവർ ഉൾപ്പെടെയുള്ള അവയവങ്ങൾക്കെല്ലാം തന്നെ വലിയ തോതിൽ ക്ഷതമേറ്റിരുന്നു ഇന്നലെ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കുഞ്ഞ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. കുട്ടമശ്ശേരിയിൽ 7 വയസ്സുകാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ ഓടിച്ചയാളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നെടുമ്പാശ്ശേരി സ്വദേശിയായ ഷാനാണ് വാഹനം ഓടിച്ചത്.
പാലക്കാട് ധോണിയിലും കഞ്ചിക്കോടും അട്ടപ്പാടിയിലും കാട്ടാനിറങ്ങി. ധോണിയിൽ സ്കൂളിനടുത്തെത്തിയ കൊമ്പൻ വാഴകൃഷി നശിപ്പിച്ചു. ഷൊർണൂരിൽ ക്ഷേത്രോത്സവത്തിനെത്തിയ ആന വിരണ്ടോടി. ഷൊർണൂർ കണയം ശ്രീ കുറുമ്പക്കാവിൽ എഴുന്നള്ളിപ്പിനെത്തിച്ച ആനയാണ് ഇന്നലെ വൈകിട്ട് ഇടഞ്ഞത്. കണയം സെന്ററിൽ നിന്ന് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത കടന്നയുടനെ ആന തിരിഞ്ഞൊടുകയായിരുന്നു. മുമ്പിൽ പോകുന്ന ആനയെ പാപ്പാന്മാർ മർദ്ദിക്കുന്നത് കണ്ടാണ് പുറകിൽ വന്ന ആന വിരണ്ടത്. ചിതറിയോടിയ ആളുകൾ പലരും ആനയ്ക്ക് മുന്നിൽ വീണു. അപകടമൊഴിവായത് തലനാരിഴയ്ക്ക്. പാലക്കാട് ധോണിയിൽ ഇന്നലെ രാത്രി ഇറങ്ങിയ കാട്ടുകൊമ്പൻ ഇന്ന് രാവിലെയാണ് കാട് കയറിയത്. മായാപുരത്തെ സെൻട്രൽ സ്കൂളിന് സമീപത്താണ് കൊമ്പനെത്തിയത്. പ്രദേശത്തെ വാഴകൃഷി കൊമ്പൻ നശിപ്പിച്ചു. അട്ടപ്പാടി ചുരത്തിലെ മന്ദംപൊട്ടിക്ക് സമീപവും ഇന്ന് രാവിലെ കാട്ടാന ഇറങ്ങി. റോഡിലിറങ്ങിയ കൊമ്പനെ കണ്ട യാത്രക്കാർ പരിഭ്രാന്തരായി. റോഡിൽ പതിവായി എത്തുന്ന കൊമ്പൻ പിന്നീട് കാട് കയറി. 24 പാലക്കാട്. പുൽപ്പള്ളിയിലിറങ്ങിയ കടുവയെ പിടികൂടാൻ തയ്യാറാകുന്നില്ല എന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. ചെതലയം റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പ്രതിഷേധമുണ്ടായത്. ജനപ്രതിനിധികൾ അടക്കമുള്ളവരാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അരുൺ, പൊറുതിമുട്ടിയുള്ള ജീവിതം, സ്വാഭാവികമായി ഉയരുന്ന പ്രതിഷേധം, അതിലിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ്? മറ്റന്നാളെ രാവിലെ പുൽപ്പള്ളി ടൗണിലേക്ക് ഇവിടെ മുള്ളമല്ലി പുൽപ്പള്ളി പഞ്ചായത്തിലെ സകല ആൾക്കാരെ ഒന്നുചേർത്തുകൊണ്ട് നമുക്ക് ടൗണിൽ റിജിത്ത്, വയനാട് ഈ കടുവ ശല്യവും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത പടമലയിൽ, അതായത് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച അജീഷിന്റെ വീടിന് തൊട്ടടുത്ത് കടുവയെ കണ്ടെത്തിയെന്നായിരുന്നു. ഇപ്പോൾ ഒരു മാസത്തോളമായി കടുവ ശല്യം അതിഭീകരമായി അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നമുക്കൊപ്പം ഉള്ളത്. അവർ ഇന്ന് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന നടപടികളിലേക്ക് കടന്നിരുന്നു. എന്താണ് വിഷയം? ജനുവരി മാസം 14-ാം തീയതി മുതൽ ഈ പ്രദേശത്ത് 4-5 വാർഡുകളിലെ കടുവയുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നു, കുട്ടികൾ അടക്കുമ്പോൾ സ്ഥലങ്ങളിൽ കടുവ ഭീകരം സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മാസക്കാലമായിട്ട് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നിഷ്ക്രിയത്വം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വിളവെടുപ്പ് സീസണാണ്. കാപ്പിയും കുരുവളവും പറിക്കുന്ന സമയമാണ് ഇവിടെ. ആ വിളകൾ എടുക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഒരുങ്ങുന്നില്ല. അതുപോലെ ക്ഷീര കർഷകർ ജീവിക്കുന്ന മേഖലയാണ് ഇവിടെ. ഇവിടെ ആളുകൾ ധൈര്യമായി പശുവിനെ കറന്ന് പാല് കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. ഇവിടെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. പരീക്ഷ നാളെ മോഡൽ എക്സാം ആരംഭിക്കുകയാണ്. സ്കൂൾ അടച്ചിട്ട് ഇപ്പോൾ സാഹചര്യം ഉണ്ടാകുന്നത് പറയുമ്പോൾ പരീക്ഷ കുട്ടി പോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഇവിടെ ജനങ്ങൾ ഭീതിയിലാണുള്ളത്. ഇവിടെ ഓരോ പ്രദേശത്തും ഓരോ അവിടെ കടുവ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് സ്വസ്ഥമായ സാഹചര്യം ഉണ്ടാകുന്നില്ല. വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണം. ഈ കടുവയെ മയക്കുപടി വെച്ച് പിടിച്ച് എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് പുറത്തുള്ള ഇവിടെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇവിടെ അതുവരെ ഞങ്ങൾ സമരം മുന്നോട്ട് പോകും. ഒരു പ്രക്ഷോഭത്തിൽ കുറവുണ്ടായിരിക്കുന്നില്ല. ഇവിടെ ഞാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ കടുവകളുടെ ശല്യം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും മണിക്കൂറുകൾ ഇടപെട്ട് പല സ്ഥലങ്ങളിലായിട്ട് കടുവകളെ കാണുന്നു. ഒന്നിലധികം കടുവകൾ സ്ഥലത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. അതാണ് വസ്തുതയും. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടിയോ? ഉറപ്പ് അത്ര നിശ്ചയമായ ഉറപ്പല്ല, എങ്കിലും ഞങ്ങൾക്ക് അവരെ വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല. നാട്ടുകാരുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഉതകുമെന്നാണ് കരുതുന്നത്. രജിത്ത്, എപ്പോഴും നാട്ടുകാരുടെ ഭീതി അകന്നിട്ടില്ല. പക്ഷേ റേഞ്ച് ഓഫീസർ ഇവർക്ക് ഉറപ്പ് കൊടുത്തത് DFO അതുപോലെ തന്നെ റേഞ്ച് ഓഫീസറും ഇതുമായി ബന്ധപ്പെട്ട, അതായത് മയക്കുവെടി വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തിന് വേണ്ടി, അതായത് തിരുവനന്തപുരത്ത് നിന്നുള്ള നിർദ്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ്. അതിന് മുന്നോടിയായി ഈ പ്രദേശത്ത് വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സുരക്ഷ കർശനമാക്കും. മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സുരക്ഷ ഏർപ്പെടുത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച 11 മണിയോടുകൂടി ആരംഭിച്ച ചർച്ച ഇപ്പോൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. പോലീസിന്റെ ശരി, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ആ കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ ഈ ബേലൂർ മഖ്നയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എവിടെ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകർ ഒരുപാടുണ്ട്. അടുത്ത നമ്മൾ അതിലേക്കാണ് പോകുന്നത്. വനവകുപ്പിനെ വട്ടം കറക്കി മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖ്ന. ബാവലി പരിസരത്ത് തന്നെ തുടരുന്ന ആനയെ പിടികൂടാൻ 4-ാം ദിവസവും ശ്രമം തുടരുകയാണ്. മറ്റൊരു മോഴയാനയുടെ സാന്നിധ്യവും അടിക്കാടുമാണ് ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നത്. ഇന്ന് രാവിലെ 5:30 റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചു. ആന ബാവലിക്കാടിൻ്റെ പരിസരങ്ങളിലെന്ന് ട്രാക്കിംഗ് ടീം സംഘം ആദ്യം, പിന്നാലെ RRT വെറ്റിനറി സംഘം. പൊന്തക്കാടുകൾ വകഞ്ഞുമാറ്റി തെരച്ചിൽ സജീവം. മയക്കുവെടി ഉതിർക്കാൻ പാകത്തിന് കിട്ടുന്നില്ല ബേലൂർ മഖ്നയെ. ആൾപ്പൊക്കത്തിലുള്ള പൊന്തക്കാട്ടിൽ ആനയെ തക്കത്തിന് കിട്ടിയാലേ വെടിവെക്കാനാകൂ. ഒന്നുകിൽ പൊന്തക്കാട്ടിൽ മറഞ്ഞിരിക്കും. ആളനക്കം കേട്ടാൽ മുന്നിലേക്ക് ആഞ്ഞുവരും. കുങ്കിയാനകളുടെ മണമടിച്ചാൽ ഓടിമാറും. ഇപ്പോൾ ഒരു മോഴ കൂടി ചെങ്ങാത്തത്തിലായതോടെ ദൗത്യം കൂടുതൽ ദുഷ്കരമാവുകയാണ്. 2 കിലോമീറ്റർ അകലത്തിൽ നിന്ന് വരെ ദൃശ്യങ്ങൾ ലഭിക്കുന്ന
AI സഹായത്തിൽ പ്രവർത്തിക്കുന്ന തെർമൽ ക്യാമറയടക്കം എത്തിച്ചിട്ടുണ്ട്. 200ഓളം വരുന്ന വനംവകുപ്പ് സംഘം കാട്ടിൽ പരിശ്രമം തുടരുകയാണ്. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് നിരീക്ഷണവും നടത്തുന്നുണ്ട്. പക്ഷേ ആന മാത്രം പിടിതരുന്നില്ല. ബാവലിക്കും തോൽപ്പെട്ടിക്കുമിടയിലുള്ള വനമേഖലയിൽ ചുറ്റിത്തിരിയുകയാണ് ബേലൂർ മഗ്ന. ഇന്നലെ രാത്രി നാഗർഹോളെ വനത്തിലേക്ക് കയറിയെങ്കിലും പിന്നീട് വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. ഒരു ഭാഗത്ത് ആനയെ പിടികൂടാനുള്ള ദൗത്യം സജീവമെങ്കിലും മറുഭാഗത്ത് പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം ബാവലിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, 24. ഇനി മാർക്കറ്റ് വ്യൂവിൻ്റെ സമയമാണ്. മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ ചേരും. മാർക്കറ്റ് വ്യൂവിന് ശേഷം വാർത്തായാത്രയുമായി നമുക്ക് ഒരുമിക്കാം. മാർക്കറ്റ് വ്യൂവിലേക്ക്, സൂര്യശ്രീയിലേക്ക്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. US പണപ്പെരുപ്പ കണക്കുകൾക്ക് പിന്നാലെ താഴ്ന്ന നിലയിൽ വ്യാപാരം നടത്തി ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 340 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 21,600 പോയിന്റിലെത്തി. ബാങ്ക് ഓഹരികളിൽ ചാഞ്ചാട്ടം. പേടിഎം പേയ്മെന്റ് ബാങ്കിന് വീണ്ടും കടുത്ത പ്രഹരം. റെഗുലേഷൻ നടപടികൾ നിലനിൽക്കുന്നതിനിടെ ഓഹരി 10% കുറഞ്ഞ് 342 രൂപയിലെത്തി. നിക്ഷേപകർക്ക് 10 ദിവസത്തിനിടെ നഷ്ടമായത് 26,000 കോടി രൂപ. നേട്ടത്തിന്റെ പാതയിൽ ഭാരത് ഇലക്ട്രോണിക്സ്. നാവികസേനയിൽ നിന്നും 2,167 കോടി രൂപയുടെ കരാർ ലഭിച്ചു. ഈ സാമ്പത്തിക വർഷം മാത്രം കമ്പനിക്ക് ലഭിച്ചത് 30,776 കോടി രൂപയുടെ കരാറുകൾ. തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറച്ച് ഫയർഫോക്സ് നിർമ്മാതാക്കളായ മോസില്ല. 60 ജീവനക്കാരെ പിരിച്ചുവിട്ടു. വിജയസാധ്യത മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി പുത്തൻ നിക്ഷേപം നടത്തുമെന്ന് മോസില്ല. വിദേശ ബോണ്ട് വിപണിയിലേക്ക് മടങ്ങി അദാനി ഗ്രീൻ എനർജി. അടുത്ത മാസത്തോടെ ഡോളർ ബോണ്ടുകൾ വഴി $500 മില്യൺ സമാഹരിക്കാൻ സാധ്യത. നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. US പണപ്പെരുപ്പ കണക്കുകളെ തുടർന്ന് ആഗോള വിപണിയിലുണ്ടായ ഒരിടിവ് ഇന്ത്യൻ ഓഹരി മാർക്കറ്റുകളിലും പ്രകടമാണ്. നിഫ്റ്റി, സെൻസെക്സ് സൂചികളൊക്കെ തന്നെ നഷ്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി 50 21,644 പോയിന്റിൽ 98 പോയിന്റ് ഇടിഞ്ഞ് 21,644 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. നെക്സ്റ്റ് 50-ൽ ചെറിയൊരു രീതിയിലുള്ള ഒരു പോസിറ്റീവ് ട്രിഗർ ഉണ്ട്. പക്ഷേ നിഫ്റ്റി മിഡ് ക്യാപ്, അതുപോലെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഓഹരികളെല്ലാം നിലവിൽ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണം ഉണ്ടായിരുന്നു. രാവിലെ ഉണ്ടായിരുന്ന നഷ്ടം ഒരു പകുതി എത്തിയപ്പോഴത്തേക്കും SBI ഓഹരികളുടെയൊക്കെ തന്നെ ഒരു ചെറിയൊരു നേട്ടത്തോടെ അത് 700 പോയിന്റ് നേട്ടത്തിലെത്തിയിരുന്നു. വീണ്ടും 35 പോയിന്റ് ഇടിഞ്ഞ് 45,467 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. ഇനി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിൽ 63 പോയിന്റ് ഇടിഞ്ഞ് 20,127 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും വ്യാപാരം നടക്കുന്നത്. പക്ഷേ മെറ്റൽ, അതുപോലെ തന്നെ ഓയിൽ, ഗ്യാസ് ആ ഓഹരികളൊക്കെ തന്നെ ചെറിയൊരു നേട്ടത്തിലാണ്. പക്ഷേ IT ബാങ്ക് എന്നിവയെല്ലാം ചെറിയൊരു വിൽപ്പന സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ചെറിയ രീതിയിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. 351 പോയിന്റ് ഇടിവിൽ 71,203 എന്ന പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ ഡയറക്ടറായ KV സാമുവലാണ് അതിഥിയായി എത്തുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ KV സാമുവൽ. മാർക്കറ്റ് രാവിലെ മുതൽ തന്നെ ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം നടക്കുന്നത്. US പണപ്പെരുപ്പ കണക്കുകളെ തുടർന്ന് അതിന്റെ പ്രതിഫലനങ്ങളെല്ലാം മാർക്കറ്റിൽ പ്രകടമാണ്. ഇനി എന്തൊക്കെയായിരിക്കാം വരും മണിക്കൂറുകളിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുക? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യശ്രീ. ഇന്ന് രാവിലെ കണ്ട ഡൗൺ ട്രെൻഡ് കുറച്ച് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു. 1% കൂടുതൽ ഇൻഡെക്സുകൾ താഴെ പോയ ഇൻഡെക്സുകൾ ക്രമേണ തിരിച്ചു വരും. ഇപ്പോൾ ഏകദേശം 0.4% താണാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. വാസ്തവത്തിൽ ഈ US ഇൻഫ്ലേഷനെ പറ്റി ഇത്ര ഇന്ത്യൻ മാർക്കറ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല. US ഇൻഫ്ലേഷൻ അല്പം കൂടിയ എക്സ്പെക്റ്റേഷനിൽ അല്പം കൂടുതലാണെങ്കിലും കഴിഞ്ഞ മാസത്തിനേക്കാൾ കുറവായിരുന്നു.
അതുപോലെ അതുകൊണ്ട് US ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് ചിലപ്പം 1-2 മാസം കൂടെ നീണ്ടേക്കാം എന്നല്ലാതെ US ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ള ട്രെൻഡിന് ചേഞ്ച് വരുന്നില്ല. അതേസമയം ഇന്ത്യൻ എക്കണോമിക്ക് വളരെ പോസിറ്റീവായിട്ട് പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ അബുദാബിയിലെ പ്രസംഗം, അതായത് 2027 $5 ട്രില്യൺ ഇന്ത്യ മൂന്നാമത്തെ വലിയ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും 7 ട്രില്യൺ 2030 $7 ട്രില്യൺ 2030 എത്തിച്ചേരുമെന്നും ഉള്ളത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. റിസർവ് ബാങ്കിൻ്റെ GDP ഗ്രോത്ത്, റിവേഴ്സ്ഡ് ഗ്രോത്ത് 7% ആണ്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രിയുടെ ഇന്നലെ റിലീസ് ചെയ്ത റേറ്റ് 7.3%. അതിലും ഉയർന്ന ഒരു ഗ്രോത്താണ് നമ്മൾ 2023-24 എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിന് വളരെ പോസിറ്റീവാണ്. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്ത ഓഹരികൾ BPCL 5.33% ഉയർന്ന് 615-ലും, ONGC 2.52% ഉയർന്ന് 266-ലും, SBI 2.13% ഉയർന്ന് 728-ലുമാണ് ട്രേഡ് ചെയ്യുന്നത്. താഴ്ചയുണ്ടായ ഓഹരികൾ സിപ്ല 2.86% 1416, ടെക് മഹേന്ദ്ര 2.83% ഇടിഞ്ഞ് 1290-ലും, ഡോക്ടർ റെഡ്ഡീസ് 2.65% ഇടിഞ്ഞ് 6178-ലുമാണ് ട്രേഡ് നടത്തുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട ഗോൾഡ് $2000 മാർക്ക് ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ 1990-ലാണ് ട്രേഡ് നടത്തുന്നത്. അത് ഒരു ഡിസിസീവ് ബ്രേക്ക് ആണെന്ന് പറയാം. പക്ഷേ $1997 $1962 അടുത്ത അതിൻ്റെ സപ്പോർട്ട് ലെവൽ. അതുകൂടെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. താങ്ക് യു. നന്ദി. ശ്രീ KV സാമുവലാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും നെഗറ്റീവ് ഇതിൽ മാർക്കറ്റ് തുടരുന്നതിനിടെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളും മാർക്കറ്റിലുണ്ട്. എന്തായാലും വിപണിയിൽ ഈ വിൽപ്പന സമ്മർദ്ദം തുടരുമോ എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂണുമായി TK രജിത്ത് തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ റീന സതീശൻ എന്ന് പറയുന്ന പ്രേക്ഷക ചൂണ്ടിക്കാട്ടുന്നത് ഒരു കുട്ടിയെ ഇടിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ എങ്ങനെ നിർത്താതെ പോകാൻ കഴിഞ്ഞു, ആ വാഹനത്തിന് എങ്ങനെ നിർത്താതെ പോകാൻ കഴിഞ്ഞു, ആ ഡ്രൈവർക്ക് എങ്ങനെ നിർത്താതെ പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിയാണ്, പോലീസ് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കട്ടെ. ഏറ്റവും കഷ്ടമായ കാര്യം ആ കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടാണ്. ഗുരുതരമായ പരിക്കാണ് ആ കുട്ടിക്കുള്ളത്. വേഗം സുഖം പ്രാപിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. സോണിയ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവിനെയും എൽ മുരുകനെയും ഒഡീഷയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചു. 25 വർഷം ലോക്സഭാംഗമായിരുന്ന സോണിയാഗാന്ധി അനാരോഗ്യത്തെ തുടർന്നാണ് പൊതു തിരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാവിലെ ജയ്പൂരിലെത്തിയ സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അനുഗമിച്ചു. മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സ്വീകരിച്ചു. കോൺഗ്രസ് ദക്ഷിണേന്ത്യൻ പാർട്ടിയായി ഒതുങ്ങിയെന്ന BJPയുടെ വിമർശനത്തെ മറികടക്കാനാണ് പാർട്ടിക്ക് ഭരണമുള്ള ഹിമാചൽ പ്രദേശ്, കർണാടക എന്നീ സംസ്ഥാന ഘടകങ്ങളുടെ അഭ്യർത്ഥന നിരാകരിച്ച് സോണിയ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കാൻ തീരുമാനിച്ചത്. മനു അഭിഷേക് സിംഗ്വിയെ ഹിമാചൽ പ്രദേശിലും ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗിനെ ബീഹാറിലും ചന്ദ്രകാന്ത് ഹന്തോരയെ മഹാരാഷ്ട്രയിലും സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. രാജ്യസഭാ തിരഞ്ഞെടുപ്പിനായി മധ്യപ്രദേശിൽ നിന്നും ഒഡീഷയിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്നും മത്സരിക്കും. 24 ഡൽഹി. പ്രദീപ് കുമാർ എന്ന് പറയുന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് ഇതാണോ ചെറിയ ഇടവേള, പോയിട്ട് കുറേ നേരമായല്ലോ എന്നിട്ടും ഇപ്പോഴാണോ വരുന്നത്, ഇതാണോ ചെറിയ ഇടവേള എന്ന് പറഞ്ഞ് മുങ്ങിയത് എന്നാണ് ചോദിക്കുന്നത്. ഇടവേളയ്ക്ക് നമ്മുടെ സാധാരണയുള്ള ദൈർഘ്യം മാത്രമാണുള്ളത്, അതിൽ കൂടുതലായുള്ള ദൈർഘ്യമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മൾ 1.5 മണിക്കൂറുള്ള വാർത്തായാത്രയിൽ എല്ലാ വാർത്തകളിലൂടെയും കടന്നു പോകുമെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതങ്ങനെ എല്ലാ വാർത്തയിലൂടെയും കടന്നു പോവുകയും ചെയ്യും.
ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ അത് വളരെ വേഗത്തിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇടവേള ഉള്ളതാണ്, അതിന് പതിവ് ദൈർഘ്യം മാത്രമേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുകയും ചെയ്യട്ടെ. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ, കോഴിക്കോട് നാദാപുരം വളയത്ത് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സ്ലാബ് തകർന്ന് വീണ് 2 മരണം. വളയം സ്വദേശികളായ വിഷ്ണു, നവജിത്ത് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ് 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊമ്മാട്ടുപൊയിൽ സ്വദേശിയായ ശ്രീബേഷിന്റെ പുതിയ വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് അപകടം. ശ്രീബേഷിന്റെ സഹോദരൻ നവജിത്ത് ഉൾപ്പെടെ 4 പേരാണ് നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. പൊടുന്നനെ വീടിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞ് ഇവർക്ക് മുകളിലേക്ക് പതിച്ചു. നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും നവജിത്തും വിഷ്ണുവും മരിച്ചു. വിഷ്ണു ഇതിൻ്റെ അടിയിലാണ്, മാർബിൻ്റെ കഷത്തിന്റെ അടിയിലാണ്. മറ്റേ ഒരാൾ അതിൻ്റെ മേലെ തെറിച്ച് വീണിട്ട് അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പിന്നെ 2 പേര് പുറത്തുണ്ട്. ചാലിൽ ലിഗേഷ്, രജിൽ കുറുവന്തേരി എന്നിവർക്കാണ് പരുക്കേറ്റത്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 24 കോഴിക്കോട്. ഉഗ്രസ്ഫോടനത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാതെ നാട്. തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിലുണ്ടായ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 4 വീടുകൾ വാസയോഗ്യമല്ലാതായി. 267 കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായതായും തൃപ്പൂണിത്തുറ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നാശനഷ്ടം കണക്കാക്കാൻ കമ്മീഷനെ നിയമിക്കണമെന്ന് നാട്ടുകാർ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വീടുകൾ ഉൾപ്പെടെ 267 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് അവസാന കണക്ക്. ഇതിൽ 12 വീടുകൾക്ക് കാര്യമായ കേടുപാടുകളുണ്ട്. 4 വീടുകൾ വാസയോഗ്യമല്ലെന്നും തൃപ്പൂണിത്തുറ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി. നഷ്ടപരിഹാര വിതരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. നഷ്ടപരിഹാരം ഉറപ്പാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ രമ സന്തോഷ് പറഞ്ഞു. നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കും ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് ഫുൾ സപ്പോർട്ട് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് പറയാനുള്ളത്. കേസിലെ പ്രധാന പ്രതികളായ ദേവസ്വം ഭാരവാഹികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. 24 കൊച്ചി. സഹകരണ ബാങ്കുകളുടെ സഹായം വേണം. സഹകരണ ബാങ്കുകളോട് സാമ്പത്തിക സഹായം തേടിയിരിക്കുന്നു സർക്കാർ. ക്ഷേമ പെൻഷൻ വിതരണത്തിനും നിത്യച്ചെലവുകൾക്കുമായി 2000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഈ മാസം തന്നെ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇത് മറികടക്കാൻ ക്ഷേമനിധി ബോർഡുകളോട് സർക്കാർ സഹായം തേടിയിരുന്നു. എന്നാൽ വളരെ കുറച്ച് ക്ഷേമനിധി ബോർഡുകൾ മാത്രമാണ് പ്രതികരിച്ചത്. ദൈനംദിന ചെലവുകൾ നിർവഹിക്കുന്നതിനും സർക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതോടൊപ്പം ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുക എന്നതും വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ കുടിശ്ശിക നൽകണമെന്നാണ് ഇടതുമുന്നണിയുടെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് സഹകരണ ബാങ്കുകളോട് സർക്കാർ സഹായം തേടിയത്. 2000 കോടി രൂപ നൽകാനാണ് ആവശ്യം. ഈ തുക പലിശ സഹിതം തിരികെ നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ 1800 കോടി രൂപ ആവശ്യമാണ്. മാർച്ച് മാസത്തിൽ പദ്ധതി ചെലവുകൾ ഉൾപ്പെടെ നൽകുന്നതിന് അധിക തുക കണ്ടെത്തേണ്ടി വരും. 24 തിരുവനന്തപുരം. വന്ദനദാസ് കൊലപാതക കേസിൽ കൂടുതൽ അന്വേഷണം വേണ്ടെന്ന് മുഖ്യമന്ത്രി. ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകം സംബന്ധിച്ച കേസ് CBI അന്വേഷണത്തിന് വിടേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചത് മോൻസ് ജോസഫ് MLA. സംഭവത്തിൽ പോലീസ് നടപടികൾക്ക് ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി. സമഗ്രമായ അന്വേഷണം നടത്തി കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ച് 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഡോക്ടർ വന്ദനദാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി 90 ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചെയ്യേണ്ട നടപടികൾ ഒരു കാലതാമസവുമില്ലാതെ ചെയ്തു എന്നതാണ് ഇത് കാണിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി നിരസിച്ചതാണ്. ഒരു പ്രത്യേക സ്ക്വാഡിന്റെയും അന്വേഷണം ഇനി ഈ കേസിൽ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി. ഹൈക്കോടതി ആ ഹർജി തള്ളിക്കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ചതാണ്, കുറ്റപത്രം സമർപ്പിച്ചതാണ്. ആ കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പരാതികളുമില്ലാത്തതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുക.
സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഇടപെടലിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി ഭാവിയിൽ ഇത്തരം ദൗർഭാഗ്യകരമായ നടപടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. സാഹിത്യ അക്കാദമിയിലെ വിവാദം പ്രേക്ഷകർക്കറിയാം. അതിന്ന് നിയമസഭയിലും എത്തിയിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് ബോധേശ്വരന്റെ കവിത കേരള ഗാനമായി അംഗീകരിച്ചു എന്ന പ്രചാരണം തള്ളുകയാണ് മന്ത്രി സജി ചെറിയാൻ. കേരള ഗാനം കണ്ടെത്തുന്നതിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കേരള ഗാനത്തെ ചൊല്ലി സാഹിത്യകാരന്മാർക്കിടയിലുണ്ടായ തർക്കം സഭയിൽ ചർച്ചയായി. ചോദ്യോത്തരവേളയിൽ കേരളഗാനം വിവാദം നിയമസഭയിൽ ഉന്നയിച്ചത് N. ഷംസുദ്ദീൻ. കേരളഗാനത്തെ ചൊല്ലി സാഹിത്യകാരന്മാരുടെ ഏറ്റുമുട്ടൽ നടന്നിട്ടില്ലെന്നും ഉണ്ടായത് അഭിപ്രായ പ്രകടനം മാത്രമെന്നും മന്ത്രി സജി ചെറിയാന്റെ മറുപടി. സാർ, ഈ ഏറ്റുമുട്ടലൊന്നും നടന്നിട്ടില്ല, അഭിപ്രായ പ്രകടനം മാത്രമേ ഉള്ളൂ. അതിലെ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ തനിമ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു കേരളഗാനം തിരഞ്ഞെടുക്കുന്നതിനായി 6/7/2018 നമ്പർ 26/2018 പ്രകാരം സാഹിത്യകാരന്മാർ അടക്കമുള്ള ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ സമിതി അനുയോജ്യമായ കേരളഗാനം തെരഞ്ഞെടുക്കാനുള്ള ശ്രമം നടത്തി വരികയാണ്. കേരളഗാനം UDFന്റെ കാലത്ത് അംഗീകരിച്ചിട്ടില്ല. 2014 ബോധേശ്വരന്റെ കവിത കേരളഗാനമായി അംഗീകരിച്ചതായി നടക്കുന്ന പ്രചാരണം വസ്തുതാവിരുദ്ധം. 2014 ഒരു ഉത്തരവ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളഗാനം കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് അംഗീകരിച്ചിരുന്നു എന്നൊരു വാദമുണ്ട്. അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. അങ്ങനെ കേരളഗാനം UDFന്റെ കാലത്ത് അംഗീകരിച്ചിട്ടില്ല. ഒരു കവിത ബോധേശ്വരൻ രചിച്ച കേരളഗാനം എന്ന കവിത സാംസ്കാരിക വകുപ്പിന്റെ ചടങ്ങുകളിൽ പാടുന്നതിന് വേണ്ടി മാത്രമാണ് അനുവാദം കൊടുത്തത്. ഇതാണ് അതിന്റെ വസ്തുത. 2018 ജൂലൈയിൽ കേരളഗാനം തെരഞ്ഞെടുക്കാൻ സാഹിത്യകാരന്മാരെ ഉൾപ്പെടുത്തി സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അനുയോജ്യമായ കേരളഗാനം തിരഞ്ഞെടുക്കാനുള്ള ശ്രമം ഈ സമിതി നടത്തിവരുന്നു. ശാശ്വതമായി നിലനിൽക്കുന്നതും കുറ്റമറ്റതുമായ കേരളഗാനം കണ്ടെത്തുകയാണ് ലക്ഷ്യം. സമിതിയുടെ ശുപാർശ ലഭിക്കുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. തൃശൂരിൽ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. പലയിടങ്ങളിലും പ്രവർത്തകർ കരിങ്കൊടി വീശി. 40-ലേറെ SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് നടപടിക്കിടെ ഒരാളുടെ കണ്ണിന് പരിക്കേറ്റു. തൃശൂർ അത്താണിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിൽ ഗവർണർക്ക് നേരെ പ്രതിഷേധമുണ്ടായി. തിരുക്ഷേത്രത്തിനു മുന്നിലും വെളപ്പായ പാലത്തിന് സമീപവും മെഡിക്കൽ കോളേജിലേക്കുള്ള പാതയിലുമാണ് കരിങ്കൊടി കാണിച്ചത്. മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിൽ കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിനിടയാക്കി. അറസ്റ്റ് നീക്കത്തിനിടെ ഒരു പോലീസുകാരൻ നിലത്തു വീഴുകയും SFI പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതിനിടയിൽ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് SFI രംഗത്തെത്തി. നമ്മൾ പല ഘട്ടത്തിലും കരിങ്കൊടി കാണിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഘട്ടത്തിൽ അവർ കാറിൽ വെച്ചും ജീപ്പിൽ വെച്ചും ഉൾപ്പെടെ മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുള്ളൊരു പ്രശ്നങ്ങളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പോകുന്ന ഘട്ടത്തിൽ പോലും പോലീസിന്റെ കയ്യിൽ നിന്ന് വലിയ ആക്രമണങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും കരിങ്കൊടി കാണിക്കാനെത്തിയ പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. 40-ലധികം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗവർണർക്കെതിരെ നാളെയും പ്രതിഷേധം തുടരുമെന്ന് SFI അറിയിച്ചു. 24 തൃശൂർ. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നു. വയനാട് പാർലമെന്റ് സീറ്റ് BDJSൽ നിന്ന് BJP തിരിച്ചെടുക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ, ചർച്ചകൾ നടക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയാൽ ശക്തനായ BJP സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകും എന്നാണ് K. സുരേന്ദ്രൻ പറയുന്നത്. ഒപ്പം തന്നെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടുകൾക്കെതിരെയൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ. അതുപോലെ ഒറ്റപ്പാലത്ത് നിന്ന് പുറത്തു വരുന്നൊരു വിവരം, ഒറ്റപ്പാലത്ത് 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 68-കാരന് 15 വർഷം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ എന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് കടന്നാൽ കാലിഫോർണിയയിലെ 4-അംഗ മലയാളി കുടുംബത്തിന്റെ മരണത്തിൽ ദുരൂഹതയേറുന്നു. ഭാര്യയും ഭർത്താവും മരിച്ചത് വെടിയേറ്റാണ് എന്ന് പോലീസ് അറിയിക്കുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് കാലിഫോർണിയയിലെ സാൻ മെറ്റിയോയിൽ താമസിക്കുന്ന 4-അംഗ മലയാളി കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം സ്വദേശി ആനന്ദ് സുജിത് ഹെൻറി, ഭാര്യ ആലിസ് പ്രിയങ്ക, മക്കളായ നോഹ, നെയ്തൻ എന്നിവരാണ് മരിച്ചത്. ഹീറ്ററിൽ നിന്നുയർന്ന വാതകം ശ്വസിച്ചതാണ് മരണകാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. സാൻ മെറ്റിയോ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് വീട്ടിനകത്തുനിന്ന് നയനമം, കൈത്തോക്കും തിരകളും കണ്ടെത്തിയത്. പുറത്തുനിന്നുള്ള ആക്രമണ സാധ്യത തള്ളിക്കളഞ്ഞ പോലീസ് മരണങ്ങൾക്ക് ഉത്തരവാദി വീടിനകത്തുള്ളയാൾ തന്നെയാകുമെന്ന് പ്രസ്താവിച്ചു. ദമ്പതികൾ കുളിമുറിയിലും കുട്ടികൾ കിടപ്പുമുറിയിലുമാണ് മരിച്ചു കിടന്നത്.
സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല. ദമ്പതികളിൽ ആരെങ്കിലും മറ്റു 3 പേരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തതാവാമെന്ന് പോലീസ് പറഞ്ഞു. വീടിനകത്ത് അക്രമം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ലെന്നും പോലീസ് അറിയിച്ചു. കേസ് ഏറ്റെടുത്ത ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ വ്യക്തമായ ചിത്രം പുറത്തുവരികയുള്ളൂവെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഗൂഗിളിൽ ജീവനക്കാരനായിരുന്ന ഹെൻറി ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചിരുന്നു. ഭാര്യ ആലിസ് പ്രിയങ്ക സീനിയർ അനലിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊന്നും കണ്ടില്ലല്ലോ എന്ന് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അടുത്ത് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് കിടക്കുന്നത്. അബുദാബിയിലെ BAPS ഹിന്ദു മന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിശ്വാസികൾക്ക് സമർപ്പിക്കും. ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും മോദി പങ്കെടുക്കും. രാത്രിയോടെ ദ്വിദിന UAE സന്ദർശനം പൂർത്തിയാക്കി നരേന്ദ്രമോദി ഖത്തറിലേക്ക് തിരിക്കും. ദുബായ് അബുദാബി പാതയിലെ അബൂമറൈഖയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ BAPS ഹിന്ദു മന്ദിറിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് സ്വാമി മഹദ് മഹാരാജ് നേതൃത്വം നൽകും. ഇന്തോ അറബ് സംസ്കാരങ്ങളെ കോർത്തിണക്കി പൂർണ്ണമായും ശില കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിൽ 7 പ്രധാന പ്രതിഷ്ഠകളാണുള്ളത്. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം വിശ്വാസികൾക്ക് സമർപ്പിക്കും. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് പ്രവേശനം. കേരളത്തിൽ നിന്ന് BJP നേതാക്കളായ കുമ്മനം രാജശേഖരൻ, AN രാധാകൃഷ്ണൻ, സുരേഷ് ഗോപി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശിലാക്ഷേത്രമാണ് BAPS ഹിന്ദു മന്ദിർ. ദുബായിൽ നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിലും നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ സമാപന ദിവസത്തിൽ ഇന്ത്യയാണ് അതിഥി രാജ്യം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് ഷെയ്ഖ് മുഹമ്മദ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രതലവന്മാരുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. 24 അബുദാബി. കർഷക സമരത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രശാന്ത് മാധവനെ പോലുള്ള പ്രേക്ഷകർ, എനിക്ക് തോന്നുന്നു അദ്ദേഹമൊക്കെ വൈകിയാണ് ഈ പരിപാടി കാണാൻ എത്തിയതെന്ന് തോന്നുന്നു. ഈ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ട്, ഒപ്പം തന്നെ സിംഗു അതിർത്തിയിൽ നിന്നുള്ള നിതിൻ അംബുജൻ്റെ ലൈവ് ഒക്കെ നമ്മൾ നൽകിയിരുന്നു. അതിലെന്തെങ്കിലും പുതിയ വാർത്തകൾ ഉണ്ടാവുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ആ വാർത്തയിലേക്ക് തിരികെ പോവുകയും ചെയ്യാം. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് കായക്കൊടി പഞ്ചായത്തിലെ നെടുമൺ സ്കൂളിൽ രാത്രി ഹോമം. CPIM പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെ ഹോമം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. സ്കൂൾ മാനേജറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ സ്കൂൾ കോമ്പൗണ്ടിൽ വാഹനങ്ങൾ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഹോമം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പ്രധാന അധ്യാപകന്റെ മുറിയിൽ ഉൾപ്പെടെ 2ഇടത്തായിരുന്നു ഹോമം. ഇതോടെ SFI DYFI പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തി. തൊട്ടിൽപ്പാലം പോലീസും സ്ഥലത്തെത്തിയതോടെ ഹോമം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. സ്കൂൾ മാനേജറെ കസ്റ്റഡിയിലെടുത്തു. സ്കൂൾ മാനേജറുടെ മകന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകരാണ് ഹോമം നടത്തിയതെന്ന് DYFI ആരോപിച്ചു. RSS ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്തിലും ഉത്തർപ്രദേശിലൊക്കെ ചെയ്തതുപോലെ ഇവിടെയും സമാനമായ രൂപത്തിലേക്ക് പൂജ നടത്തി ഒരു മതത്തിൻ്റെ മാത്രം സ്കൂളാക്കി മാറ്റാനുള്ള ശ്രമമാണ്. മതനിരപേക്ഷ കേരളം, ആ കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കും സൗഹാർദ്ദത്തിനുമാണ് ഇപ്പോൾ കളങ്കം വരുത്താൻ മാനേജറും അതുപോലെ തന്നെ ഈ സ്കൂളിൽ ഒരു അധ്യാപികയും നേതൃത്വം കൊടുത്തിരിക്കുന്നത്. വൈകുന്നേരം താൻ സ്കൂൾ വിട്ടിറങ്ങുന്നതുവരെ ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് പ്രധാന അധ്യാപിക സജിത പറഞ്ഞു. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു രാത്രി 8 മണി അങ്ങനെ ആകുമ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ പൂജ നടക്കുന്നുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ PTA പ്രസിഡന്റ് വിളിച്ച് ഉടൻ തന്നെ AEO വിളിച്ചിട്ട് പറഞ്ഞു എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വലിയ പൂജ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ AEO എന്നോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം, അവരെ വിളിച്ചിട്ട് അത് നിർത്താൻ പറഞ്ഞു. അങ്ങനെ അവരെ വിളിച്ച് മേനേറെ പ്രതിനിധി മോനെ വിളിച്ചിട്ട് പറഞ്ഞു എന്ത് പൂജ നിർത്തണം. സംഭവത്തിൽ AEOയോട് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി. അതിനിടെ DYFIയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട്. മലപ്പുറം നിലമ്പൂരിൽ കാട്ടുപന്നികൾ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞു. ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്ന ആൾക്കും നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. ഇന്നു രാവിലെ 8:45ഓടെയാണ് സംഭവം. നിലമ്പൂർ മുക്കട്ട ഭാഗത്തു നിന്നും അയ്യർപൊയിൽ ഭാഗത്തേക്ക് പോകുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. മുക്കട്ടക്ക് സമീപം കാട്ടുപന്നിക്കൂട്ടം വാഹനത്തിന് മുന്നിലേക്ക് ചാടി. നിയന്ത്രണം വിട്ട വാഹനം മറിഞ്ഞു. ഓട്ടോ ഡ്രൈവർ മഞ്ചേരി പുല്ലാര സ്വദേശി സക്കീർ ഹുസൈൻ, യാത്രക്കാരൻ തമിഴ്നാട് തെങ്കാശി സ്വദേശി ശ്രീനിവാസൻ എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റു. രാവിലെ ഇത് പുറത്ത് ഇവിടെ ഇവിടെ പരിധിക്കുണ്ട്
പോക്കറ്റ് റോഡിൽ നിന്ന് നേരെ റോഡിൽ ചാടിയതാണ് പന്നി പോക്കറ്റിനോടെ വണ്ടി മറിഞ്ഞ് കിടക്കാനോടെ പറഞ്ഞുള്ള സംഭവമാണ്. പരിക്കേറ്റവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു. 1.5 മാസം മുന്നേ പന്നി വാഹനത്തിന് മുന്നിലേക്ക് ചാടി അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. 24 മലപ്പുറം. കോഴിക്കോട് വിലങ്ങാടും കാട്ടാനപ്പേടിയുണ്ട്. അവിടെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഏറെ നേരം പ്രദേശത്ത് ഭീതി പടർത്തിയ ശേഷമാണ് ആനക്കൂട്ടം കാട് കയറിയത്. തുടർച്ചയായ 2ാം ദിവസവും പുലർച്ചെ 3:30യോടെയാണ് കാട്ടാനക്കൂട്ടം വിലങ്ങാട് മലയങ്ങാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷികൾ ആനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചു. പ്രദേശത്തെ കുടിവെള്ള പൈപ്പുകളും തകർത്തു. തുടർച്ചയായി കാട്ടാന ഇറങ്ങുന്നതിന്റെ ഭീതിയിലാണ് നാട്ടുകാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും സ്ഥലത്ത് എത്തിയില്ല എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. വനമേഖലയോട് ചേർന്ന ഇവിടെ വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മേഖലയിൽ വനംവകുപ്പിന്റെ നിരീക്ഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. 24 കോഴിക്കോട്. കൊല്ലത്ത് മുറിവേറ്റ നിലയിൽ കാണപ്പെട്ട മൂർഖൻ പാമ്പ് പരിഭ്രാന്തി പരത്തി. കരിക്കോട് ജംഗ്ഷന് സമീപം പാതയോരത്താണ് മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. വാഹനം കയറി പരിക്കേറ്റതാണ് എന്നാണ് വിവരം. രാവിലെ നടക്കാനിറങ്ങിയവരാണ് ഈ പാമ്പിനെ കാണുന്നത്. വനപാലകരെത്തി പിന്നീട് പാമ്പിനെ പിടികൂടി. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ഛർദിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച 5 വയസ്സുകാരി മരിച്ചു. വണ്ടിപ്പെരിയാർ സ്വദേശി ഷിജോയുടെ മകൾ ആര്യയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ഛർദിയെ തുടർന്ന് കുട്ടിയെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് കുട്ടി മരിച്ചത്. ഭക്ഷ്യവിഷബാധ ഏറ്റതാണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. അത് പരിശോധിക്കുകയാണ്. കുട്ടിയുടെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം എന്താണ് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. കൊച്ചിയിൽ വെടിവെപ്പുണ്ടായ ഇടശ്ശേരി ബാറിന്റെ ഉടമയ്ക്കെതിരെയും കേസെടുത്തു എന്നുള്ള വിവരം ഇന്ന് പുറത്തു വന്നിരുന്നു. രാത്രി 11 മണിക്ക് ശേഷം മദ്യവിൽപ്പന നടത്തിയതിനാണ് അബ്കാരി നിയമപ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവം നടന്ന് 3 ദിവസത്തിന് ശേഷവും കേസിൽ മുഖ്യപ്രതി വിനീതിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. CCTV പരിശോധനയിലാണ് രാത്രി 11 മണിക്ക് ശേഷവും ബാറിൽ മദ്യവിൽപ്പന നടത്തിയെന്ന് പോലീസ് മനസ്സിലാക്കിയത്. അബ്കാരി നിയമപ്രകാരമാണ് എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ഒളിവിൽ കഴിയുന്ന മുഖ്യപ്രതി വിനീതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെടിവെപ്പിന് ഉപയോഗിച്ച തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്നത് വിനീതിനെ പിടികൂടിയാൽ മാത്രമേ അറിയാൻ കഴിയൂ. ഈ തോക്കും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ ഒളിത്താവളം കണ്ടെത്തിയതായാണ് വിവരം. അതിനിടെ പ്രതികൾ സഞ്ചരിച്ച റെന്റേ കാറിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇയാൾക്ക് സംഭവവുമായി ബന്ധമില്ലെന്നാണ് വിവരം. പ്രതികൾ കൊട്ടേഷന്റെ ഭാഗമായാണോ കൊച്ചിയിൽ എത്തിയതെന്നാണ് പോലീസിന്റെ സംശയം. കുപ്രസിദ്ധ ഗുണ്ടയായ ഭായ് നസീറിന്റെ ഗ്യാങ്ങിൽപ്പെട്ടയാളാണ് ഒളിവിലുള്ള വിനീത്. വിനീതിന്റെ പേരിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് വിറ്റതിനും പോലീസുകാരെ ആക്രമിച്ചതിനും ഹോട്ടൽ തല്ലിത്തകർത്തതിനും കേസുണ്ട്. ഞായറാഴ്ച രാത്രി 11:45 എടശ്ശേരി ബാറിൽ വെടിവെപ്പ് നടന്നത്. വെടിവെപ്പിൽ ബാർ മാനേജർ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. 24 കൊച്ചി. ഇടുക്കി മുട്ടം ജില്ലാ കോടതിയിൽ മോഷണ ശ്രമം. ഫയലുകൾ സൂക്ഷിച്ചിരുന്ന മുറികൾ കുത്തി തുറന്നാണ് കള്ളൻ അകത്ത് കയറിയത്. മുട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മുട്ടം ജില്ലാ കോടതിയിലെ ഓഫീസ് മുറിക്കുള്ളിലും DDPയുടെ ഓഫീസിലും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മുറിയിലുമാണ് കള്ളൻ കയറിയത്. മുറികളുടെ പൂട്ടുകൾ കുത്തി തുറന്ന നിലയിലായിരുന്നു. വിവിധ കേസുകളുടെ ഫയലുകൾ സൂക്ഷിച്ചിരുന്ന മേശകളും തകർത്തിട്ടുണ്ട്. ഓഫീസിൽ രാവിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് കള്ളൻ കയറിയത് അറിഞ്ഞത്. മുട്ടം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാവ് പുലർച്ചയോടെ എത്തിയെന്നാണ് നിഗമനം. പ്രദേശത്ത് CCTV ക്യാമറകൾ ഇല്ലാത്തത് പ്രതിസന്ധിയാണ്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തും. കേസ് ഫയലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓഫീസിലെ ജീവനക്കാർ പരിശോധിക്കും. കോടതിക്ക് പുറത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 24 ഇടുക്കി. കായംകുളത്ത് ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷത്തിനെത്തിയ 8 സ്ഥിരം കുറ്റവാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. SDPI നേതാവ് KS ഷാൻ വധക്കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയും ഗുണ്ടാ സംഘങ്ങൾ ഒത്തുചേർന്നത് നിതീഷ് എന്ന ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷത്തിലാണ്. അത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അത് കണ്ട ശേഷം തിരികെ എത്താം. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കായംകുളം DYSP അജയ് നാഥു സംഘവും ഇന്നലെ രാത്രി പരിശോധന നടത്തിയത്. കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുപ്രസിദ്ധ ഗുണ്ടയായ നിതീഷിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് മദ്യപിക്കുകയായിരുന്ന 8 ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട് വളഞ്ഞ് സാഹസികമായാണ് പോലീസ് സംഘം ഇവരെ കീഴ്പ്പെടുത്തിയത്. നിതീഷ് കുമാർ, വിജീഷ്, അനന്തു, അലൻ ബെന്റി, പ്രശാൽ, ഹബീസ്, വിഷ്ണു,
സെയ്ഫുദ്ദീൻ, രാജേഷ് എന്നിവരെ കൂടാതെ SDPI നേതാവ് KS ഷാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതി അതുലും സംഘത്തിലുണ്ടായിരുന്നു. ഇവരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. ഷാൻ കേസിലെ പ്രതി അതുൽ ഉൾപ്പെടെയുള്ളവർ ഒത്തുകൂടിയത് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന കുപ്രസിദ്ധ ഗുണ്ടയും കൊലപാതക കേസിലെ പ്രതിയുമായ മാട്ടക്കണ്ണൻ, കുപ്രസിദ്ധ ഗുണ്ടകളായ തക്കാളി ആഷിഖ്, വിഠോബ ഫൈസൽ, ഡേഞ്ചർ അരുൺ, മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിൽപ്പെട്ട ഗുണ്ടകളായ അമൽ ഫാറൂഖ് സേഠ്, വിജയ് കാർത്തികേയൻ എന്നിവർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. ഗുണ്ടകൾ വന്ന വാഹനങ്ങളും മറ്റും പോലീസ് പിടിച്ചെടുത്തു. ഇവരുടെ ഒത്തുചേരലിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. 24 കായംകുളം. കായംകുളത്ത് ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷത്തിനെത്തിയ 8 സ്ഥിരം കുറ്റവാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. SDPI നേതാവ് KS ഷാൻ വധക്കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് അതിനോട് ചേർത്ത് പറയേണ്ട ഒരു വിവരം. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഗുജറാത്തിൽ വിവാഹ ഘോഷയാത്രയ്ക്ക് കുതിരപ്പുറത്ത് കയറിയ ദളിത് യുവാവിന് ക്രൂരമർദ്ദനം. ആചാരലംഘനമെന്നാരോപിച്ച് താക്കൂർ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് യുവാവിനെ മർദ്ദിച്ചത്. ബാൻഡ് സംഘത്തെ അക്രമികൾ ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിലെ മാൻസ താലൂക്കിലെ ചനസ്മ ഗ്രാമത്തിലാണ് രാജ്യത്തെ നടുക്കിയ ക്രൂരത. വികാസ് ചാവ്ദ എന്ന പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള യുവാവിനാണ് വിവാഹ ദിവസം ക്രൂരമർദ്ദനമേറ്റത്. ഘോഷയാത്രയായി വിവാഹ സംഘം വധുവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെ കുതിരപ്പുറത്തിരുന്ന വികാസിനെ അക്രമികളിൽ ഒരാൾ ഓടിയെത്തി മർദ്ദിക്കുകയായിരുന്നു. മറ്റ് അക്രമികൾ കൂടിയെത്തി ആരുടെ അനുവാദത്തോടെയാണ് കുതിരപ്പുറത്ത് ഘോഷയാത്ര നടത്തിയതെന്നും ആചാരങ്ങളെക്കുറിച്ച് അറിയില്ലേ എന്നും ചോദിച്ച് യുവാവിനെ വലിച്ച് താഴെയിട്ട ശേഷം മർദ്ദിച്ചു. കൂടെയുണ്ടായിരുന്നവർ തടയാൻ ശ്രമിച്ചെങ്കിലും അക്രമികൾ കുതിരയെയും ബാൻഡ് സംഘത്തെയും ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചു. തുടർന്ന് പോലീസ് സംരക്ഷണയിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. സംഭവത്തിൽ ശൈലേഷ് താക്കൂർ, ജയേഷ് കുമാർ, ജീവൻജി താക്കൂർ, സമീർ കുമാർ, ദിനേഷ് ജി താക്കൂർ, അശ്വിൻ കുമാർ താക്കൂർ എന്നീ 4 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ പട്ടികവർഗ സംരക്ഷണ നിയമമടക്കം ചുമത്തി കേസെടുത്തതായും കലോൽ പോലീസ് വ്യക്തമാക്കി. 24 ഡൽഹി. ഹുസൈൻ വലിയത്ത് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, ഹാഷ്മി എവിടെയെന്ന് ചോദിക്കുന്നു. ഹാഷ്മിക്ക് ചെറുതായിട്ട് പനി പിടിച്ചു, ഏതാണ്ട് മാറിയിട്ടുണ്ട്, നാളെ വരും എന്നാണ് നമ്മൾ കരുതുന്നത്. ഏതാണ്ട് മാറിയിട്ടുണ്ട്, പനി മാറിയിട്ടുണ്ട്, അതുകൊണ്ട് നാളെ വരാനാണ് സാധ്യത. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ, വരാപ്പുഴയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ വീട് തകർന്നവർക്കുള്ള നഷ്ടപരിഹാരം 1 വർഷം കഴിഞ്ഞിട്ടും നൽകാതെ സർക്കാർ. വില്ലേജ് ഓഫീസ് മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിട്ടും വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം. ഫെബ്രുവരി 28, 2023 അനധികൃത പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ വരാപ്പുഴ നടുങ്ങിയ ദിവസം. വരാപ്പുഴയിലെ കാറ്റിൽ നിന്ന് കരിമരുന്നിന്റെ ഗന്ധമില്ല. പൊട്ടിത്തെറി നടന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പുതിയ നാമ്പുകൾ വന്നു തുടങ്ങി. അന്ന് പൊട്ടാതെ അവശേഷിച്ച വെടിക്കോപ്പുകൾ ചിതറിക്കിടക്കുന്നു. പക്ഷേ ആ ദുരന്തം നേരിട്ടനുഭവിച്ചവരിൽ അതുണ്ടാക്കിയ മുറിവ് ഇന്നുമുണ്ട്. അടുക്കളയിൽ കുട്ടികൾക്കുള്ള ഭക്ഷണമുണ്ടാക്കുകയായിരുന്നു ഫ്രെഡീന. ഇസബെല്ലും എസ്തറും എൽസയും സ്കൂളിൽ നിന്ന് വന്ന് അമ്മയെ വട്ടം പിടിച്ച് നിൽക്കുന്നു. ജസ്റ്റ് ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഈ ഡൈനിങ് റൂമിലോട്ട് കടന്നില്ല. അപ്പം തന്നെ തോന്നൊരു ശബ്ദം കേട്ട് ഞാനും പിള്ളേരും അവിടെ വീണു. എന്നിട്ട് ഇങ്ങനെ കറുത്ത പൊടിയോടെ ഇങ്ങനെ മൂടിപ്പോയി, ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ റിലീല്ലാത്ത പോലെ അവിടെ ഇരിക്കണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുഞ്ഞ് തന്നെ അമ്മയെന്ന് വിളിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ, അപ്പോഴെനിക്ക് റിലേ വന്നത്, എൻ്റെ മക്കളെന്ന് വിളിച്ച്. മതിലും അടുക്കള വാതിലും തകർന്നു. ഫ്രെഡിനയുടെ നെഞ്ചിലാണ് ഇരുമ്പ് ചീളുകൾ തുളച്ചത്. മൂത്ത മകളുടെ തല പൊട്ടി. ഇളയ കുട്ടി എൽസയ്ക്ക് മുഖത്തും കൈക്കും പരിക്കേറ്റു. ലോൺ എടുത്ത് 2 വർഷം മുമ്പ് കയറിക്കൂടിയ വീടാകെ തകർന്നു. അതിനേക്കാൾ ഭയാനകമായിരുന്നു വരാനിരിക്കുന്ന നാളുകളെന്ന് ഈ കുടുംബം അറിഞ്ഞതേയില്ല. അതിൽ കുക്കറടിച്ചാൽ അപ്പം തന്നെ ഓടി പുറത്തോട്ട് ഇറങ്ങും, കൊച്ചി രക്ഷിക്കണേന്ന് പറഞ്ഞ് പുറത്തിറങ്ങും. അതല്ലെങ്കിൽ ഇടിവെട്ടാൻ പാടില്ല, ഇടിവെട്ട ശബ്ദം കേട്ട് അപ്പോഴും ചെയ്യുത്തി കരയും. മൂത്തവർക്ക് പക്ഷേ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവർക്ക് ഭയങ്കര വേദനയായിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദമൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു, അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും ഇങ്ങനെ എന്താണ് സംഭവം.
ജനവാസ കേന്ദ്രങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ പാടില്ലെന്നാണ് എക്സ്പ്ലോസീവ് ആക്റ്റിൽ പറയുന്നത്. പക്ഷെ വരാപ്പുഴയിൽ അപകടം നടന്ന സ്ഥലം അടുത്തുള്ള വീടും തമ്മിലുള്ള ദൂരം നോക്കി. നമ്മളോട് സംസാരിച്ച ഫ്രെഡിനയുടെ വീടാണ്. കഷ്ടിച്ച് 10 മീറ്റർ മാത്രമുണ്ട് ദൂരം. വരാപ്പുഴയിലെ 143 വീടുകളാണ് ആ ദുരന്തത്തിൽ ഭാഗികമായി കേടുപാട് പറ്റിയത്. പരിക്കു പറ്റിയവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകി. വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. പക്ഷേ 1 വർഷമായിട്ടും ആർക്കും പണം കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് തലം തൊട്ട് വില്ലേജ്, താലൂക്ക്, നവകേരള സദസ്സ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, കളക്ട്രേറ്റിൽ കൊടുത്തു, പിന്നെ നമ്മളുടെ അദാലത്ത്, നമ്മുടെ മന്ത്രിയുടെ അദാലത്തിൽ കൊടുത്തു. എല്ലാ സ്ഥലത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും പലരും വീടുകൾ നന്നാക്കി. പക്ഷേ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം മാത്രം ഇന്നും അകലെയാണ്. തൃപ്പൂണിത്തുറയിൽ നിന്ന് വരാപ്പുഴയിലേക്ക് അധിക ദൂരമൊന്നുമില്ല. അന്ന് അപകടം സംഭവിച്ചപ്പോൾ സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ ഈ സ്ഫോടനം നടന്ന സ്ഥലം പോലെ അഴുക്കുപറ്റി പൊടിപിടിച്ച് കിടപ്പുണ്ട്. അതൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ, സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്നും അഭിത്തിനൊപ്പം അജീഷ് ജയകുമാർ, 24. അലി മണ്ണാർക്കാട് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ, അദ്ദേഹം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. സ്ഥിരമായി ഈ പരിപാടി കാണുന്ന ആളാണ്. ഓരോ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ആളാണ്. ഈ സമയം വരെ ഒരു 10-15 കമൻറ്റുകൾ അദ്ദേഹം അയച്ചിരുന്നു. അതൊന്നും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വായിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അതൊരു പരാതിയായി അദ്ദേഹം പറയുകയാണ്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ 1.5 മണിക്കൂറിനുള്ളിൽ ഇന്ന് വന്ന എല്ലാ വാർത്തകളിലൂടെയും കടന്നു പോകണം. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കണം. അതിനിടയിൽ തന്നെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പ്രേക്ഷകരുമായി പങ്കുവെക്കണം. അങ്ങനെ സമയത്തിൻ്റെ പരിമിതി കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. എല്ലാവരുടെയും കമൻറ്റുകൾ വായിക്കണം എന്നുള്ളതാണ് നമുക്ക് ആഗ്രഹം. പക്ഷേ സമയം നമ്മളെ അതിന് അനുവദിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 5 വർഷം. പുൽവാമയിൽ ഭാരത മണ്ണിന്റെ കാവലാളുകളായ 40 ധീരജവാന്മാരാണ് വീരമൃത്യു വരിച്ചത്. 2019 ഫെബ്രുവരി 14 ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് 2500ഓളം വരുന്ന CRPF ജവാന്മാർ 78 ബസ്സുകളുടെ വാഹനവ്യൂഹത്തിൽ ദേശീയപാത 44-ലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവന്തിപ്പോരയ്ക്കടുത്തുള്ള ലത്തിപ്പോരയിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക വാഹനവ്യൂഹത്തിലേക്ക് ആദിൽ അഹമ്മദ് എന്ന ഭീകരൻ ഇടിച്ചു കയറ്റുകയായിരുന്നു. ഭാരത മണ്ണിന് കാവലാളായ 40 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഇവരിൽ മലയാളിയായ വയനാട് സ്വദേശി VV വസന്തകുമാറുമുണ്ടായിരുന്നു. ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യമാകെ പ്രതിഷേധം ഇരമ്പി. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 12 ദിവസങ്ങൾക്കിപ്പുറം ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ ഭീകര ക്യാമ്പിൽ ഇന്ത്യ മിന്നലാക്രമണം നടത്തി. നിരവധി ഭീകരരെ വധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ നയതന്ത്രത്തിന്റെ വിജയം കൂടിയായി മാറി പിന്നീട് നടന്ന സംഭവങ്ങൾ. പാകിസ്ഥാനുള്ള മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി ഇന്ത്യ പിൻവലിച്ചതിന് പുറമെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് പാകിസ്ഥാനെ കരിമ്പട്ടികയിലാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ചൈനയുടെ എതിർപ്പ് മറികടന്ന് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി UN രക്ഷാസമിതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ധീര ജവാന്മാരുടെ വീരമൃത്യുവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 24-ന്റെ പ്രണാമം. റിസർച്ച് ഡെസ്ക്, 24. 40 ധീരജവാന്മാരെയാണ് നമുക്ക് നഷ്ടമായത്. ഇതിന് ശക്തമായ തിരിച്ചടി പിന്നീട് ഇന്ത്യ നൽകുന്നത് നമ്മൾ കണ്ടു. ബാലാക്കോട്ടിലെ പാക് ഭീകരതാവളങ്ങൾ ആക്രമിച്ച് നിരവധി ഭീകരരെ വധിച്ചതിന് പുറമെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമേൽ മേൽക്കൈ നേടുന്നതും പിന്നീട് നമ്മൾ കണ്ട കാഴ്ചയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. പാകിസ്ഥാനിൽ ഷഹബാസ് ഷെരീഫ് വീണ്ടും പ്രധാനമന്ത്രിയായേക്കും. മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ ഇളയ സഹോദരനാണ് ഷഹബാസ്. നവാസിന്റെ മകൾ മറിയം നവാസ് പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയാകും. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ആസിഫ് അലി സർദാരിയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോ പ്രധാനമന്ത്രി പദത്തിനായുള്ള ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയും നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഷഹബാസ് ഷെരീഫിനെ വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് വഴിയൊരുങ്ങിയത്. നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു സൂചന. എന്നാൽ ഇളയ സഹോദരൻ ഷഹബാസ് ഷെരീഫിന്റെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും തന്റെ മകൾ മറിയം നവാസിന്റെ പേര് പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും നവാസ് ഷെരീഫ് തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PPPയുടെ കോ ചെയർമാനും ബിലാവൽ ഭൂട്ടോയുടെ പിതാവുമായ ആസിഫ് അലി സർദാരി മത്സരിക്കും. PML എന്നും PPPയും മുത്തഹിദ ഖ്വാമി മൂവ്മെന്റും PML-Qവും ചേർന്ന സഖ്യകക്ഷി സർക്കാരാകും പാകിസ്ഥാനിൽ അധികാരത്തിലേറുക. സാമ്പത്തിക അനിശ്ചിതാവസ്ഥയിൽ നിന്നും രാജ്യത്തെ കരകയറ്റുന്നതിനാകും പ്രഥമ പരിഗണന നൽകുകയെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ഇമ്രാൻഖാനെ വിശ്വാസ വോട്ടെടുപ്പിൽ അട്ടിമറിച്ച ശേഷം
2022 ഓഗസ്റ്റ് മുതൽ 2023 ഓഗസ്റ്റ് വരെ ഷഹബാസ് ഷെരീഫായിരുന്നു പാക് പ്രധാനമന്ത്രി. ബിലാവൽ ഭൂട്ടോ വിദേശകാര്യമന്ത്രിയായിരുന്നു. പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിച്ച പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് പാർട്ടിയുടെ സ്വതന്ത്ര പഞ്ചാബിലും ഖൈബർ പാഷ്തൂൺഖിയിലും ഷിയ മതസംഘടനകളായ MWM, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇന്ത്യക്കെതിരായ 3-ാം ടെസ്റ്റിനുള്ള പ്ലേയിങ് 11 പ്രഖ്യാപിച്ച് ഇംഗ്ലണ്ട്. 2-ാം ടെസ്റ്റ് കളിച്ച ടീമിൽ നിന്ന് ഒരു മാറ്റവുമായാണ് രാജ്കോട്ടിൽ ഇംഗ്ലണ്ട് ഇറങ്ങുക. സ്പിന്നർ ഷോയബ് ബഷീറിനെ മാറ്റി പേസർ മാർക്ക് വുഡിനെ ടീമിൽ ഉൾപ്പെടുത്തി. വിസ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ രോഹൻ അഹമ്മദും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 1-1 എന്ന നിലയിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും. ഹൈദരാബാദിൽ ഇംഗ്ലണ്ട് 28 റൺസിന് ജയിച്ചപ്പോൾ വിശാഖപട്ടണത്ത് 106 റൺസ് ജയത്തോടെ ഇന്ത്യ ശക്തമായി തിരിച്ചുവന്നു. പരമ്പരയിലാകെ 5 ടെസ്റ്റുകളാണ് ഉള്ളത്. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകൻ വിഭാകർ ശാസ്ത്രി കോൺഗ്രസ് വിട്ടു. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പഥക്കിന്റെ സാന്നിധ്യത്തിൽ BJPയിൽ അംഗത്വം സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജയ് ജവാൻ ജയ് കിസാൻ വീക്ഷണം ശക്തിപ്പെടുത്താനും രാജ്യത്തെ സേവിക്കാനും കഴിയുമെന്ന് വിഭാകർ ശാസ്ത്രി പറയുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു ആഘാതമായിക്കൊണ്ടാണ് മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചെറുമകൻ വിഭാകർ ശാസ്ത്രി പാർട്ടി അംഗത്വം രാജിവെക്കുകയും ഉടൻ തന്നെ BJPയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ ടാഗ് ചെയ്തുകൊണ്ടുള്ള എക്സ് സന്ദേശത്തിലൂടെ താൻ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നു എന്ന് അറിയിച്ചത്. ഇത് പിന്നിട്ട് മണിക്കൂറുകൾക്കകമാണ് ലക്നൌവിൽ വെച്ച് BJP അംഗത്വം സ്വീകരിച്ചത്. ഈ വിഭാകർ ശാസ്ത്രി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലെയോ ദേശീയ തലത്തിലെയോ വലിയൊരു നേതാവല്ല എങ്കിൽ പോലും സംസ്ഥാനത്ത് ഒരു മുൻ പ്രധാനമന്ത്രി, പാർട്ടിയുടെ തന്നെ മുഖമായ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ചെറുമകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു നേതാവ് പാർട്ടി വിട്ടുപോകുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ അടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് അശോക് ചവാൻ, അതിനു മുമ്പായി മിലിന്ദ് ദിയോറ എന്നിവരും ഉത്തർപ്രദേശിൽ നിന്നും ജതൻ പ്രസാദ്, RPN സിംഗ് അടക്കമുള്ള നേതാക്കൾ പാർട്ടി വിട്ടുപോയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഭാകർ ശാസ്ത്രിയുടെ കൊഴിഞ്ഞുപോക്ക് കൂടി പ്രതിസന്ധിയിലാക്കുന്നത് കോൺഗ്രസിനെ. വിഭാകർ ശാസ്ത്രി നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥിയായെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ഉൾപ്പെടെ BJP വിഭാകർ ശാസ്ത്രിക്ക് വാഗ്ദാനം ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും ഇക്കാര്യത്തിലുള്ള പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. JEE മെയിൻ 2024 ആദ്യ സെഷൻ സ്കോർ പ്രസിദ്ധീകരിച്ചു. അതുൽ PT ആണ് ഒന്നാമൻ. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ 9 വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് 99.9% സ്കോർ നേടിയത്. NTA നടത്തിയ 2024 വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ പാലാ ബ്രില്യന്റിന് ഇത്തവണയും അഭിമാന നേട്ടം. ആദ്യ സെഷൻ ഫലം വന്നപ്പോൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി അതുൽ PT 99.972% സ്കോറോടെ ഒന്നാമനായി. ആലപ്പുഴ സ്വദേശി ദേവാനന്ദ് 99.965%, എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ സിദ്ധാർത്ഥ് 99.962% സ്കോർ നേടി 2-3 സ്ഥാനങ്ങളിലെത്തി. ഹാഫിസ് റഹ്മാൻ ഇല്ലിക്കോട്ടിൽ, അഖിൽ ജോസഫ്, അമൻ ജയേഷ്, റിച്ചാർഡ് MB, നെവിൽ സിബി, ഏബൽ സൈജു എന്നിവർ 99.9% സ്കോറിന് മുകളിൽ കരസ്ഥമാക്കി. പാലാ ബ്രില്യന്റിലെ 250-ലേറെ വിദ്യാർത്ഥികൾ 99% മുകളിൽ സ്കോർ നേടി. 98% മുകളിൽ സ്കോർ ചെയ്തത് 600ഓളം പേരാണ്. IIT, NIT, IIIT തുടങ്ങി രാജ്യത്തെ മുൻനിര സ്ഥാപനങ്ങളിലെ പ്രവേശനം ഉറപ്പിച്ചിരിക്കുകയാണ് പാലാ ബ്രില്യന്റിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ. 24 കോട്ടയം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷത്തിന് പ്രൗഢോജ്വല തുടക്കം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഊരാളുങ്കൽ സൊസൈറ്റി രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങ്. തൊഴിലാളി കൂട്ടായ്മയിലൂടെ 100ലേക്ക് കടന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൃശ്യാവിഷ്കാരത്തോടെ തുടക്കം. മുഖ്യമന്ത്രി ശിലാഫലകം പ്രകാശനം ചെയ്തുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലാഭം തൊഴിലാളികളുടെയും നാട്ടിൻ്റെയും ക്ഷേമത്തിന് വിനിയോഗിക്കുന്ന മാതൃകാ സ്ഥാപനമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്നും രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഈ സഹകരണ സൊസൈറ്റി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൽ അംഗത്വമുള്ള ഏക പ്രാഥമിക സംഘം എന്നതും ചെറുതല്ലാത്ത ബഹുമതിയാണ്.
ഇന്ന് ഈ സൊസൈറ്റി കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ച് ലോകത്തിൻ്റെ അംഗീകാരം കിട്ടുമ്പോഴും ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ പ്രചരണം നടത്താൻ ചില മാധ്യമങ്ങൾ തയ്യാറാകുന്നു. കുത്തക കമ്പനികളെ സഹായിക്കാനാണിതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സഹകരണ സംഘത്തിന് കൊടുക്കുന്നതിലാണ് ചിലർക്ക് വല്ലാത്ത സങ്കടം. ഇതെല്ലാം ആരെ സഹായിക്കാനാണ് എന്ന് പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കും എന്നത് ഈ വാർത്ത നൽകുന്നവർ ഓർക്കുന്നത് നല്ലതാണ്. സർക്കാരുകൾ നൽകുന്ന ന്യായമായ ആനുകൂല്യങ്ങളെപ്പോലും തെറ്റായി അവതരിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. സഹകരണ മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ AK ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, T പത്മനാഭൻ, M മുകുന്ദൻ, ഊരാളുങ്കൽ സൊസൈറ്റി പ്രസിഡന്റ് രമേശൻ പാലേരി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിൽ സുസ്ഥിര വികസന ഉച്ചകോടി ഉൾപ്പെടെ വിവിധ പരിപാടികളുണ്ട്. 24 കോഴിക്കോട്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനമേൽക്കാതെ ഒളിവിൽ പോയത്. ഒടുവിൽ മണ്ഡലം പ്രസിഡന്റ് ചുമതലയേറ്റു. രാങ്ങാട്ടൂർ സ്വദേശി മുഹമ്മദ് റാഷിദാണ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ കുറ്റിപ്പുറത്തെ മണ്ഡലം പ്രസിഡന്റിനെ ചൊല്ലിയായിരുന്നു മുഴുവൻ ചർച്ചയും. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും അധ്യക്ഷന്മാർ സ്ഥാനമേറ്റപ്പോൾ കുറ്റിപ്പുറത്ത് മാത്രം സ്ഥാനമേൽക്കാൻ പ്രസിഡന്റില്ല. പിന്നീട് മുഹമ്മദ് റാഷിദിനെ കാണാനില്ലെന്ന് വാർത്തയായി, പ്രചാരണമായി, സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായി. പ്രവർത്തകർ പ്രസിഡന്റിനെ നാടാകെ തപ്പി നടന്നു. അധ്യക്ഷനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഒടുവിൽ പോലീസിൽ വരെ പരാതിയെത്തി. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് സിനിമയിൽ പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. ആർക്കും കണ്ടെത്താൻ കഴിയാതിരുന്ന ആ പ്രസിഡന്റ് ഇപ്പോൾ നാട്ടിലെത്തി സ്ഥാനമേറ്റു. ഞാൻ ടൈഫോയിഡ് ആയിട്ട് കിടപ്പിലായിരുന്നു. അത് അതിന്റെ അറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അതേ അത്രയും നീണ്ടുപോയത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് അറിയിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ബാംഗ്ലൂർ ജോലിപരമായിട്ട് ബാംഗ്ലൂരായിരുന്നു. മുഹമ്മദ് റാഷിദ് കുറച്ചു കാലമായി ബംഗളൂരുവിലാണ് താമസം. ഉടൻ ചുമതലയേൽക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നാട്ടിലെത്തിയത്. മുഹമ്മദ് റാഷിദ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യം ഇങ്ങനെ. മത്സരം ഇത് ഓൺലൈനിൽ ഇതിന്റെ ഇലക്ഷനെ കുറിച്ചിട്ട് കണ്ടപ്പോൾ നമ്മൾ പിന്നെ സൈഡിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഇതാണ്. റാഷിദിന്റെ സ്ഥാനാരോഹണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. മുൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മിനിറ്റ്സ് ബുക്ക് കൈമാറിയിട്ടാണ് ചാർജെടുക്കൽ ചടങ്ങ് ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചടങ്ങ് ചെയ്യാതെ സ്വകാര്യ വ്യക്തിയുടെ ഒരു ബ്ലോക്ക് സെക്രട്ടറിയുടെ വീട്ടിൽ പോയിട്ടാണ് ഒരു ചാർജെടുക്കൽ ചടങ്ങ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥി മുസ്തഫയെയാണ് റാഷിദ് തോൽപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് വേദികളിൽ ഇതുവരെ കാണാത്ത റാഷിദിനെ അവസാന ഘട്ടത്തിൽ മത്സരിപ്പിച്ചത് അനിൽകുമാർ VS ജോയി പക്ഷമാണ് എന്നാണ് ആരോപണം. 24 മലപ്പുറം. സമയം കൃത്യം 2:30 ആയിരിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ സമയം പൂർത്തിയാവുകയാണ്. എങ്കിലും ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. 2 ആഴ്ചയ്ക്കുള്ളിൽ KSRTCയിൽ പെൻഷൻ കുടിശ്ശിക നൽകും എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. ചീഫ് സെക്രട്ടറി ഓൺലൈനായി ഹാജരായിട്ടുണ്ട്. സഹകരണ സംഘത്തിൽ നിന്നുള്ള കൺസോർഷ്യം വഴിയാകും തുക കണ്ടെത്തുക എന്ന് സർക്കാർ അറിയിക്കുന്നുണ്ട്. ആ വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. എന്തായാലും ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ സമയം പൂർത്തിയാവുന്നു.